നമസ്കാരം. വയനാട്ടിൽ ഇപ്പോഴും ആ പുഴ ഒഴുകുന്നുണ്ട്. 1000 ജനതയുടെ കണ്ണീര് കലങ്ങിയൊഴുകുന്ന പുഴ. ഒരു പറ്റം മനുഷ്യരുടെ ജീവിതവും സ്വപ്നങ്ങളും ഒരായുസിന്റെ സമ്പാദ്യവുമെല്ലാം അതിൽ മുങ്ങിത്താഴ്ന്നു കഴിഞ്ഞു. പ്രകൃതി കലിതുള്ളി സംഹാരമാടിയ വയനാടെന്ന നമ്മുടെ സ്വന്തം നാടിനെ ആ നൊമ്പരം ഓരോ മലയാളിയുടെയും മനസ്സിനെ കാർന്ന് കാർന്ന് തിന്നുകയാണ്. നിനച്ചിരിക്കാതെ പ്രകൃതി കലിതുള്ളിയപ്പോൾ ഒറ്റ രാത്രി കൊണ്ട് ജീവിതം കടപുഴകിപ്പോയ പ്രിയപ്പെട്ടവരെ കണ്ണീർ പ്രണാമം. ജീവനുണ്ടെങ്കിലും ജീവിതമില്ലാതെയായ ആയിരക്കണക്കിന് സഹോദരങ്ങളെ പ്രകൃതി ബാക്കി തന്നിട്ടുണ്ട് നമ്മൾക്ക്. അവരുടെ ജീവിതം, അവരുടെ സ്വപ്നങ്ങളും ഇനി നമ്മുടേതു കൂടിയാണ്. ഹൃദയം മുറിവേറ്റ ഒരു ദേശത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് ഈ നാടിപ്പോൾ. മറ്റെല്ലാം മാറ്റിവെച്ച് ആ നാടിനെയും അവിടെ ബാക്കിയായ മനുഷ്യരെയും നമുക്ക് ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കണം. ആ വലിയ ശ്രമത്തിൽ നമ്മൾ ഒറ്റക്കെട്ടാണ്. കൈകോർക്കുകയല്ല, പ്രവർത്തിച്ചു തുടങ്ങുകയാണ് ഇനി വേണ്ടത്. വയനാടിന്റെ വീണ്ടെടുപ്പിനായി, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ പുനരുജ്ജീവനത്തിനായി, അവരുടെ പുനരധിവാസത്തിനായി. സ്വാഗതം പൊതുവേദിയിലേക്ക്. അതുപോലെ ഹൃദയവാതിൽ തുറക്കുകയാണ് ന്യൂസ് 18-നും. വയനാടിനായി പ്രേക്ഷകർക്കും ഞങ്ങൾക്കൊപ്പം ചേരാം. ഇപ്പോൾ പൊതുവേദിയിലേക്ക് പ്രേക്ഷകർക്ക് വിളിക്കാം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. നമുക്ക് തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമുക്ക് ആ നാടിനെ ചേർത്ത് പിടിക്കണം. ആ നാട്ടിലെ ബെയിലി പാലം സൈന്യം നിർമ്മിച്ചതുപോലെ ഇനി നമുക്ക് വേണ്ടത് അവിടെയുള്ള സാധാരണക്കാരന്റെ ജീവിതത്തിലേക്കുള്ള പുതിയ പാലം പണിയലാണ്. അതിന് ഒത്തൊരുമിച്ച് ഈ നാട് നിൽക്കുന്നുണ്ട്. ആ പ്രവർത്തനം, ആ സത്പ്രവർത്തനം നമ്മൾ ഇനിയും തുടരേണ്ടതുണ്ട്. പ്രേക്ഷകർക്ക് പൊതുവേദിയിലേക്ക് വിളിക്കാം. നിങ്ങൾ കാണുന്ന ഈ നമ്പറിൽ വിളിക്കാം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. എന്തായാലും ആ വലിയ ദുരന്തത്തിൻ്റെ 5ാം പക്കവും ഇപ്പോൾ കൃത്യമായ സജ്ജീകരണങ്ങൾ അവിടെയുണ്ട്. വലിയ ഇടപെടലുകൾ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ട്. ഒരു നാടൊന്നായി അവിടുത്തെ ജനതയ്ക്കായി കാത്തിരിക്കുകയാണ്. എന്തായാലും വയനാടിനെ നടുക്കിയ ആ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായതിന് പിന്നാലെ ദുഃഖവാർത്തകൾക്കൊപ്പം സഹായത്തിൻ്റെ ഒരു പിടി നല്ല വാർത്തകളും നമ്മളിലേക്ക് എത്തുന്നുണ്ട്. എന്നും മലയാളി ഇതാണ് കേരളം എന്ന് വീണ്ടും തെളിയിക്കുകയാണ് ഈ ദുരന്തത്തിലൂടെ. അത്തരത്തിലുള്ള നല്ല വാർത്തകളും നമ്മളെ തേടിയെത്തുന്നുണ്ട്. എന്തായാലും സംസ്ഥാനത്തിൻ്റെ വിവിധ കളക്ഷൻ സെൻ്ററുകളിൽ നിന്ന് വലിയ തോതിലാണ് കൽപ്പറ്റയിലെ ക്യാമ്പുകളിലേക്ക് അടക്കം സഹായങ്ങൾ എത്തുന്നത്. ജൂലൈ 30-ന് ദുരന്തമുണ്ടായ അന്ന് മുതൽ വയനാട്ടിലെ ക്യാമ്പിൽ സോഫ്റ്റ്വെയർ സഹായം നൽകി ദുരിതാശ്വാസ സഹായങ്ങളുടെ സുതാര്യത ഉറപ്പുവരുത്തുന്ന കൊച്ചി ആസ്ഥാനമായ ഫെയർകോഡ് ഇൻഫാടെക് എന്ന IT സ്ഥാപനമുണ്ട്. അങ്ങനെ നമ്മൾ പേരെടുത്ത് പറയുന്നതും അറിയുന്നതും അറിയപ്പെടാത്തതുമായ ഒരുപാട് നല്ല മനുഷ്യരും നല്ല കുറേ സ്ഥാപനങ്ങളും ഈ നാടിനായി കൈകോർക്കുകയാണ്. ഇത്തരത്തിലുള്ള നല്ല വാർത്തകളും നമ്മൾ ആ ദുരന്തമുഖത്ത് നിന്ന് പങ്കുവെക്കണം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കണ്ടതാണ്. മുലപ്പാൽ നൽകാനായി തയ്യാറായ ഒരു അമ്മയെ, കുഞ്ഞുങ്ങളെ ഏറ്റെടുക്കാൻ തയ്യാറായ കുറേ മാതാപിതാക്കളെ, അങ്ങനെ നല്ല കുറേ മനുഷ്യരുള്ള നാടാണ്. നമ്മൾ വീണ്ടെടുക്കുക തന്നെ ചെയ്യും വയനാടിനെ. ഇപ്പോൾ നമുക്കൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. രമേശനുണ്ട് എറണാകുളത്തു നിന്നും. രമേശൻ, നമ്മൾ വയനാടിനെ ചേർത്ത് പിടിക്കുകയാണ്. കേരളം ഒരു നാടിൻ്റെ മാത്രം വേദനയല്ല, ഒരു കേരളത്തിൻ്റെ, ഒരു സംസ്ഥാനത്തിൻ്റെ മുഴുവൻ വേദനയായി നമ്മളിങ്ങ് എടുക്കുകയാണ് ആ നാടിനെ. നമ്മൾ ഒത്തുചേർന്ന് തിരിച്ചു പിടിക്കും അല്ലേ വയനാട്? അതെ, എല്ലാവിധ വേദനയോട് ഈ കാര്യങ്ങളെ അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ ഈ ന്യൂസിന്റെ കൂട്ടത്തിൽ മറ്റുള്ള ന്യൂസിന് ഒരു ദിവസം അരമണിക്കൂർ പോലും നിങ്ങൾ കാണിക്കണമെന്ന് താല്പര്യപ്പെടുന്നു. രമേശൻ, ഇപ്പോൾ ഈ നാടിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം വയനാടിനെ ചേർത്ത് പിടിക്കുക, അല്ലെങ്കിൽ വയനാടിൻ്റെ പുനരുജ്ജീവനമാണ്. ആ സമയത്ത് മറ്റു വാർത്തകൾ പ്രേക്ഷകരിൽ അറിയേണ്ട എന്നതല്ല, പക്ഷേ ഏറ്റവും പ്രധാനം എനിക്ക് തോന്നുന്നു ഞങ്ങളെ സംബന്ധിച്ച് ഒരു മാധ്യമധർമ്മം എന്ന നിലയിൽ ഈ വാർത്തയ്ക്ക് തന്നെയാണ് പ്രാധാന്യം. താങ്ക് യു.
ശരി, രമേശിൻ്റെ അഭിപ്രായം പറഞ്ഞത്. നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മുടെ വിഷയം, പൊതുവേദിയുടെ വിഷയം ഇതാണ്. വയനാടിനെ നമുക്ക് ചേർത്ത് പിടിക്കാം, ഈ നാടിനെ നമ്മൾ ചേർത്ത് പിടിക്കണം, വയനാടിനെ വീണ്ടെടുക്കണം. ആ വിഷയത്തിൽ പ്രേക്ഷകർക്ക് അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ പൊതുവേദിയിലേക്ക്. ജോസഫ് വിളിക്കുന്നുണ്ട്. ജോസഫ് എവിടെ നിന്നാണ് വിളിക്കുന്നത്? യെസ്, ഫോൺ കട്ടായെന്ന് തോന്നുന്നു. എന്തായാലും വലിയ പ്രവർത്തനം നടക്കുകയാണ് വയനാടിനെ ചേർത്ത് പിടിക്കാൻ. ഇന്ന് 5ാം നാളാണ് ദുരന്തം നടന്നിട്ട്. എല്ലാ തരത്തിലും എല്ലാ സ്ഥലങ്ങളിൽ നിന്നും കൃത്യമായ സഹായം വയനാടിൽ ചേർന്നെത്തുന്നുണ്ട്. ഏറ്റവും പ്രധാനമായി ഒരു രാഷ്ട്രീയ പാർട്ടി ഇല്ലാതെ, അല്ലെങ്കിൽ എല്ലാവരും ഒന്നായി, ഇവിടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഇല്ല, എല്ലാവരും ഒന്നായി കൈ ചേർത്ത് പിടിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് വയനാട്ടിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. സർവ്വവും തകർത്തെറിഞ്ഞ ഉരുൾപൊട്ടലിൽ ചിതറിപ്പോകാതെ വയനാടിനെ ചേർത്ത് പിടിച്ച് ഒരുമിച്ച് നിൽക്കുന്ന ഒരു നാടിനെയാണ് നമ്മൾ കാണുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ചേർത്ത് പിടിക്കുന്ന ഒരു കൂട്ടം സുമനസ്സുകളെയാണ് നമ്മൾ കാണുന്നത്. യെസ്, ജോസഫ് ഉണ്ട് ബാംഗ്ലൂരിൽ നിന്ന്. ജോസഫ് വിളിക്കുന്നത് ബാംഗ്ലൂരാണ്. സ്വന്തം നാട് കേരളത്തിലാണോ ജോസഫ്? അതെ, ആലപ്പുഴയാണ്. നമ്മുടെ വയനാടിനെ നമുക്ക് വീണ്ടെടുക്കണം അല്ലേ? നിങ്ങളെപ്പോലെയുള്ള ഒരുപാട് നല്ല മനുഷ്യരുടെ സഹായവും അവിടേക്ക് എത്തിയിട്ടുണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് അതിന് മുമ്പും പല പ്രശ്നങ്ങളുണ്ടായ ചെറിയൊന്നും സഹായം ഞാനും എന്റെ മകനെ വിടുകയും ചെയ്തിട്ട്, പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഈ GMന്റെ ഫണ്ടിലേക്ക് പോകുന്ന പണം രണ്ട് സംഭവങ്ങൾ ഉണ്ടാകുകയും കോടതിയിൽ വരികയൊക്കെ ചെയ്തു. അതുകൊണ്ട് എന്റെ അഭിപ്രായം ഞാൻ പറയുന്നുള്ളതേ ഉള്ളൂ. ഈ വരുന്ന സംഭാവനകൾക്ക് വേണ്ടി ഒരു പ്രത്യേക അക്കൗണ്ട്, ചീഫ് മിനിസ്റ്റേഴ്സ് റിലീഫ് ഫണ്ട് അല്ല, ഇതിനായിട്ടൊരു പ്രത്യേക അക്കൗണ്ട് മതി. അതിലേക്ക് പണം സമാഹരിക്കുകയാണ് ഞാൻ ഒരു തരാൻ ഉദ്ദേശിക്കുന്ന ഞാൻ പറയാം. എനിക്ക് നല്ല ശതമാനം ആളുകൾക്കും ഒരു ഫീലുണ്ട് ഈ പണം മിസ്യൂസ് ചെയ്യപ്പെടുന്നുള്ളത്. അതുകൊണ്ട് ഇപ്പൊ നല്ല ആവശ്യമുള്ള ഫണ്ടിൽ 216 കോടിയോളം രൂപയുടെ കിടപ്പുണ്ട്. എമർജൻസി തീർച്ചയായും തങ്ങളുടെ ടെലിഫോണിൽ ചെറിയ ക്ലാരിറ്റി കുറവുണ്ട്. എന്തായാലും നിങ്ങളെപ്പോലെയുള്ള ആളുകളാണ് ഈ നാടിന് സുരക്ഷയ്ക്കായി കൈകോർക്കുന്നതെന്ന് അറിയുന്നതിൽ സന്തോഷം. നമുക്ക് മറ്റൊരു പ്രേക്ഷകയുണ്ട്, മീനയുണ്ട് ഇടുക്കിയിൽ നിന്ന്. ബീനയാണ് വിളിക്കുന്നത് ഇടുക്കിയിൽ നിന്ന്. ബീന, നമുക്കിനി ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, കൈ കോർത്ത് പിടിക്കലല്ല, ഇനി പ്രവർത്തിച്ചു തുടങ്ങലാണ് വയനാടിന് വേണ്ടി. എന്താണ് പറയാനുള്ളത്? ഹലോ, എന്നാന്ന് വെച്ചാ എന്റെ വീട് കാസർഗോഡ് ജില്ല ചീമേനി എന്ന് പറയുവേ. അപ്പം എന്നെ കെട്ടിച്ചോണ്ട് വന്ന ഇടുക്കിയില്ല. അപ്പൊ എന്റെ ആൾക്കാരും ഉണ്ട് ഈ വയനാട്ടിൽ. പക്ഷെ ഒത്തിരി ഇവിടെ ഞാൻ വന്നിട്ട് 24 വർഷമായി. അപ്പൊ എനിക്ക് ബന്ധമുള്ളവരും എന്റെ അടുത്ത ഉള്ള സുഹൃത്തുക്കളൊക്കെ ഉണ്ട് ഈ ഇതിനകത്ത് പോയിട്ട്. എനിക്ക് അവരുടെ ഫോൺ നമ്പറോ ഒന്നും അറിയത്തില്ല. ശരി, ഈ ബീനയുടെ പരിചയമുള്ള ആരെങ്കിലും ആ ദുരന്തത്തിൽ കുടുങ്ങിയിട്ടുണ്ടോ? അറിഞ്ഞിട്ടുണ്ടോ? അവരെ ഫോൺ നമ്പർ എനിക്ക് അറിയത്തില്ല. ഉണ്ട്, ഒത്തിരി പേരുണ്ട് എനിക്ക്. അതെ, അവർക്കൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല, എല്ലാവരും സുരക്ഷിതരാണെന്ന് നമുക്ക് കരുതാം. ഒന്നും അറിയത്തില്ല എന്നാന്ന്. എന്തായാലും ഒത്തിരി ആളുകൾ അവിടെ, ആയിരക്കണക്കിന് ആളുകൾ അവിടുത്തെ ദുരിതാശ്വാസ ക്യാമ്പുകളിലുണ്ട്. നമ്മൾ പറഞ്ഞതും അതുതന്നെയാണ്. അത്തരത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകൾ, അതിൽ ബീനയുടെ വേണ്ടപ്പെട്ടവരും സുരക്ഷിതരായി ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അവരെന്തായാലും നമുക്കിനി അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഉള്ള ശ്രമമാണ് വേണ്ടത് ബീന. അതെ അതെ, കാരണം ഒരു ആയുസ്സിൻ്റെ സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെട്ട് ഇനി എന്നറിയാതെ കഴിയുന്ന ആളുകളാണ് ആ ക്യാമ്പിലുള്ളത്. തങ്ങളുടെ നാടിന് എന്ത് സംഭവിച്ചു എന്ന് പോലും അറിയാതെ വേദനിക്കുന്ന ആളുകളാണ്. അവരെ തിരിച്ചു കൊണ്ടുവരിക എന്നതാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം. ഇനി അവര് ഞങ്ങളുടെ കാസർഗോഡ് നിന്ന് പോയതാ, വയനാട്ടിലോട്ട് പോയതാ, ഈ മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോയതാ. വർഷങ്ങളായി പോയിട്ട്. അപ്പൊ അവർക്ക് എന്തെങ്കിലും ഒരു സഹായമെങ്കിലും എനിക്ക് ചെയ്തു കൊടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ അവരുടെ ഫോൺ നമ്പർ ഒന്നും എനിക്ക് അറിയാൻ പാടില്ല. ബീന, എന്തായാലും ബീനയുടെ വേണ്ടപ്പെട്ടവരൊക്കെ സുരക്ഷിതരായിട്ടുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ന്യൂസ് 18 ഒരു ഹൃദയവേദി ഞങ്ങളും തുറന്നിരിക്കുകയാണ്. ബീനയ്ക്ക് എന്തെങ്കിലും സഹായങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നേരിട്ട് അവിടെ എത്തിക്കാം, അതല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുണ്ട്, ഒപ്പം ന്യൂസ് 18 ഹൃദയവേദിയുമുണ്ട്, അതിലേക്കും സഹായങ്ങൾ ചെയ്യാം. എന്തായാലും വിളിച്ചതിന് വളരെ നന്ദി. അർജുനുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അർജുൻ, എന്താണ് അർജുന് പറയാനുള്ളത്?
പുരുഷോത്തമനുണ്ട് കാസർഗോഡ് നിന്നും. പുരുഷോത്തമൻ, ഒരു നാടിനെ ചേർത്ത് പിടിക്കുകയാണ് നമ്മൾ മലയാളികൾ ഒന്നടങ്കം. ഇത് ഇപ്പം പുരുഷോത്തമൻ കാസർഗോഡ് നിന്നാണ് വിളിക്കുന്നത്. പക്ഷേ നമുക്കങ്ങനെ ഇപ്പോൾ കാസർഗോഡ്, കോഴിക്കോട് നിന്നൊന്നുമില്ല. എല്ലാവരും ഒറ്റക്കെട്ടായി നമ്മളൊക്കെ നമ്മുടെ ഒരു വീട് നഷ്ടപ്പെട്ട, അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ടു പോയൊരു വേദനയിലാണ് അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെ നമ്മൾ കാണുന്നത്. എന്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ കാസർഗോഡ് ഒരു മലയോര പ്രദേശത്തെ കേരള കർണാടക ബോർഡറിലാണ് നമ്മളൊക്കെ താമസിക്കുന്നത്. അപ്പം ഇത്തരം ദുരന്തത്തിൽ നമ്മൾ ഏത് രീതിയിലുള്ള സഹായം ചെയ്യണം എന്നുള്ളത് നമുക്ക് അറിയുന്നില്ല. കാരണം ഇപ്പം ഒരുപാട് സന്നദ്ധ സംഘടനകൾ അവിടെ എത്തുന്നുണ്ട്. അപ്പം നമ്മളൊരു ക്ലബിന്റെ, കാസർഗോഡ് ദേലമ്പാടി പഞ്ചായത്തിന്റെ വോയിസ് ഓഫ് ക്ലബിന്റെ പ്രസിഡന്റാണ് ഞാൻ. അപ്പം സന്നദ്ധ സംഘടന നമ്മളെ പ്രസിഡന്റ് എന്നാൽ നമുക്ക് ഒരുപാട് ആൾക്കാർ എന്തൊക്കെ സഹായങ്ങൾ അവരെ ശാരീരികമായിട്ട്, മാനസികമായിട്ട്, സാമൂഹികമായിട്ട് ചെയ്യാന്നറിയുന്നത്. പക്ഷെ അവിടെ എന്തൊക്കെ സഹായം വേണം, നമ്മൾ ഏതൊക്കെ രീതിയിലുള്ള സഹായം വേണം എന്നുള്ള അറിയുന്നില്ല. അപ്പൊ അത് ഏത് രീതിയിലാണ് സഹായം വേണ്ടത് നമുക്കറിയണം. അതുപോലെ എനിക്കൊന്ന് പറയാനുള്ളത്, കേരള കർണാടക ബോർഡർ ആയതുകൊണ്ട് തന്നെ ഇതൊരിക്കലും നമ്മൾ ഉൾപ്പെടുത്താൻ പറ്റില്ല. എങ്കിലും കഴിഞ്ഞ 2 മാസമായിട്ട് അർജുന്റെ ഒരു പ്രശ്നം, നാളെ അർജുൻ തെരച്ചിൽ തുടരുകയാണ്. അർജുന്റെ തെരച്ചിൽ തുടരുന്ന കർണാടക ശിരൂരിൽ ഇതേ നമ്മൾ കേരളത്തിൽ ഇപ്പോൾ റഡാറുകൾ അടക്കം വന്നിട്ടുണ്ട്. അപ്പൊ ഇതും കൂടി അങ്ങോട്ട് കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം, സഹായം ഉണ്ടാവുമെങ്കിൽ അർജുന്റെ ഒരു കാര്യത്തിലും നമുക്കൊരു തീരുമാനമാവും എന്നാണ് നമ്മളൊരു അഭിപ്രായം. ഇത്ര എനിക്ക് പറയാനുള്ളൂ. ഈ 2 കാര്യം എല്ലാവരും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ശരി, വളരെ നന്ദി പുരുഷോത്തമൻ കാസർഗോഡ് നിന്ന് വിളിച്ചതിന്. അഖിൽ രാജ് ഉണ്ട് വയനാട്ടിൽ നിന്ന്. അഖിൽ വിളിക്കുന്നത് വയനാട്ടിലാണ്. വലിയ ദുരന്തം സംഭവിച്ച നാട്ടിൽ നിന്ന് തന്നെയാണ്. അഖിൽ, ഈ അപകട ദുരന്തം സംഭവിച്ച മുണ്ടക്കൈ ഭാഗത്ത് എവിടെയെങ്കിലും ആണോ അഖിലിന്റെ വീട്? എവിടെയാണ്? എന്റെ വീട് കമ്പളക്കാട്, കൽപ്പറ്റ കമ്പളക്കാട് എന്ന് പറയും. ശരി, ഈ ദുരന്തം സംഭവിച്ച സ്ഥലത്തേക്ക് ഒരുപാട് ദൂരമുള്ള സ്ഥലമാണോ ഇത്? ഒരുപാട് ദൂരമുള്ള സ്ഥലമാണ്. ശരി, അഖിലും കുടുംബവും ഒക്കെ സുരക്ഷിതനാണല്ലോ അല്ലേ? ഞങ്ങൾ സുരക്ഷിതമായി ഇപ്പൊ ഇരിക്കുന്നു. എന്താണ് പറയാനുള്ളത്? അവിടുത്തെ ഒരു സാഹചര്യം അഖിലിന് മനസ്സിലാവുമല്ലോ. എല്ലാവരും ഒറ്റക്കെട്ടായി പിന്നെ ഈ വയനാട് ഒന്ന് വീണ്ടെടുക്കണം. പിന്നെ അതേപോലെ തന്നെ എല്ലാവരും നല്ലതുപോലെ സഹായം ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും, എനിക്ക് ഒരുപാട് വിഷമമുണ്ട് മറ്റേ ഈ കാര്യങ്ങൾക്ക്. പിന്നെ എത്ര വീടുകളും എത്ര വാഹനങ്ങളും എത്ര മനുഷ്യന്മാരുടെ ഇതായത്, അവരെല്ലാം ഒറ്റക്കെട്ടായി നമ്മൾ വയനാട് തിരിച്ചു പിടിക്കും. അതെ, അതാണ് അഖിലിന്റെ വാക്കുകളിൽ നിന്നും ഉള്ള ആത്മവിശ്വാസം തന്നെയാണ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത്. നമ്മൾ എന്തായാലും ആ നാടിനെ തിരിച്ചു പിടിക്കണം. സനലുണ്ട്. സനൽ എവിടെ? ഹരിപ്പാട് നിന്നാണ് വിളിക്കുന്നത്. സനൽ, എന്താണ് പറയാനുള്ളത്? നാടിനെ നമുക്ക് ചേർത്ത് പിടിക്കണ്ടേ? തീർച്ചയായും മാഡം. നമ്മുടെ 5 ദിവസം കൊണ്ട് നിങ്ങൾ ചാനലുകളിൽ കാണുന്ന വാർത്തകളും ദൃശ്യങ്ങളും കണ്ട് മനസ്സ് മരവിച്ച ഒരു സമൂഹമാണ് നമ്മുടെ. എനിക്ക് 3 മക്കളാണ്. പക്ഷെ എനിക്ക് ഇത് ഓരോ ദൃശ്യങ്ങൾ ചാനലുകാർ കാണിക്കുമ്പോൾ നമ്മൾ ആ പ്രദേശത്ത് അവിടെ പോയി നിൽക്കുന്നതായിട്ടുള്ള പ്രതീതിയാണ് ഞങ്ങൾക്കുണ്ടായത്. അത് നമുക്ക് കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ടും അർജുനുമായിട്ടുള്ള വിഷയവുമായിട്ട് ദുരന്തങ്ങൾ തന്നെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും. അതിപ്പോ വയനാട്ടില് ഈ കാഴ്ച, അങ്ങനെ നമ്മുടെ എത്രയോ മക്കള്, എത്രയോ കുഞ്ഞുങ്ങളാ നമ്മുടെ മാതാപിതാക്കളില്ലാതെ പോയത്. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ ദത്തെടുക്കൽ നിയമത്തിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയാല് നമ്മള് അനാഥരായി കിടക്കുന്ന ഒരുപാട് കുഞ്ഞുങ്ങളെ, ഒരുപാട് പേരെ നമുക്ക് വീണ്ടെടുക്കാൻ പറ്റും. അത് സർക്കാർ ഇടപെട്ട് ആ കർശനമായ നടപടികളുണ്ട്. അതിനകത്ത് കുറച്ചൊക്കെ ഒരു മാറ്റം വരും. കുട്ടികളില്ലാത്ത ഒരുപാട് ആൾക്കാർ, അവര് സ്വത്തില്ലെന്നേ ഉള്ളൂ, അവർക്ക് ഭൂമിയുള്ളവരുണ്ട്, വിവാഹം കഴിച്ചിട്ട് വർഷങ്ങളായവരുണ്ട്, അവരെല്ലാം ആവശ്യപ്പെടുന്നുണ്ട്. എനിക്ക് ഞാൻ ഇന്നലെ വീട്ടിൽ ഞങ്ങളെല്ലാം കൂടെ പറഞ്ഞു, നമുക്ക് ഈ സർക്കാർ ഒരു കുഞ്ഞിനെ തന്നിരുന്നെങ്കിൽ എന്റെ ഈ 3 മക്കളുടെ കൂടെ തന്നെ അവരെയും കൂടെ ഞാൻ വളർത്താൻ തയ്യാറായിരുന്നു. നമുക്ക് തീർച്ചയായിട്ടും വയനാടിനെ വീണ്ടെടുക്കണം. തീർച്ചയായും താങ്കളുടെ വാക്കുകൾ പോലെ തന്നെയാണ്. താങ്കളുടെയൊക്കെ നല്ല മനസ്സാണ് അത് സൂചിപ്പിക്കുന്നത്. താങ്കൾക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്. ആ കുഞ്ഞുങ്ങളിൽ കൂടെ ഒരാളെയും ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറയുന്ന നിങ്ങളുടെയൊക്കെ മനസ്സിന് മുൻപിൽ ഞങ്ങളും വലിയ നമസ്കാരം പറയുകയാണ്. കാരണം മറ്റെന്ത് പറയണമെന്നല്ല, ഇത്തരത്തിലുള്ള ആളുകൾ തന്നെയാണ് ഈ നാടിനെ ചേർത്ത് പിടിക്കുന്നത്. സനലിനെ പോലെയുള്ള ഒരുപാട് ആളുകൾ ചേർന്നതാണ് നമ്മുടെ നാട്. നമ്മുടെ മലയാളികൾ എന്നും രാജ്യത്തിന് തന്നെ അഭിമാനമാണ് നമ്മുടെ കേരളം അല്ലെങ്കിൽ മലയാളികൾ എന്ന് പറയുന്നത്. കാരണം ഇങ്ങനെ പറയാൻ മറ്റാർക്കും സാധിക്കില്ല.
ഇത് കേൾക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. പിന്നെ എങ്ങനെ നമ്മൾ ആ നാടിനെ കൈവിടും, അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ ചേർത്ത് പിടിക്കാതിരിക്കും? ആ നാട് പുനരുജ്ജീവിക്കും എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്, തെളിവാണ് സനലിനെ പോലുള്ള ആളുകളുടെ വാക്കുകൾ. എന്തായാലും വളരെ നന്ദി വിളിച്ചതിന്. ഷാജി ഉണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. ഷാജി, ഇപ്പോൾ തൊട്ട് മുൻപ് ഒരു പ്രേക്ഷകനെ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് 3 മക്കളുണ്ട്, ഒരാളെയും കൂടി തരുകയാണെങ്കിൽ, അല്ലെങ്കിൽ അനാഥരായ മക്കളുണ്ടെങ്കിൽ ഞാൻ നോക്കിക്കോളാം, പൊന്നുപോലെ നോക്കിക്കോളാം എന്ന് അദ്ദേഹം പറഞ്ഞു. അത്തരത്തിലുള്ള ഒരുപാട് ആളുകൾ ചേർന്നതാണ് നമ്മുടെ മലയാളികൾ, സ്നേഹമുള്ള മലയാളികൾ. അവരെന്തായാലും നമ്മൾ ഒത്തൊരുമിച്ച് ആ നാടിനെ ചേർത്ത് പിടിക്കും, അല്ലേ? തീർച്ചയായിട്ടും നമുക്ക് ഇത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. വളരെ വേദനയുണ്ടാക്കിയ ഒരു വലിയൊരു സംഭവം അല്ലേ ഇത്. നമുക്ക് പറയാൻ പോലും വാക്കുകളില്ല. ഹലോ, പറഞ്ഞോളൂ ഷാജി, എനിക്ക് കേൾക്കാം. അപ്പം ഞാൻ ഒരു 10 വർഷത്തിന് മുമ്പ് ഒരു വർക്കിന് അവിടെ വന്നിട്ടുള്ളതാണ്. മറ്റേ വൈത്തിരി കൽപ്പറ്റയൊക്കെ മുകേഷിന്റെ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഞാൻ അവിടെ വന്നിട്ടുള്ളതാണ്. അപ്പം അന്ന് കണ്ട ആ ഒരു സംഭവം വെച്ച് നോക്കുവാണെങ്കിൽ എന്ത് നല്ല ഇതായിരുന്നു. പക്ഷെ എനിക്കിപ്പോ അത് പറയാൻ വാക്കുകളില്ല. വളരെ വേദന, ബുദ്ധിമുട്ട് എന്ന് പറയാൻ മാത്രമേ എനിക്കിപ്പം പറയാൻ പറ്റത്തുള്ളൂ. തീർച്ചയായും അത് തന്നെയാണ് താങ്കളുടെ മാത്രമല്ല എല്ലാവരുടെയും സാഹചര്യമാണ്. അത്രമാത്രം സുന്ദരമായൊരു നാടായിരുന്നു. പക്ഷേ നമ്മൾ ആ നാടിനെ തിരിച്ചു പിടിക്കും, അതേപോലെ ആ നാടിനെ നമ്മൾ വീണ്ടെടുക്കും. എന്തായാലും നന്ദി വിളിച്ചതിന്. മുഹമ്മദ് ഷഫീഖ് ഉണ്ട് തൊടുപുഴയിൽ നിന്നും. ഷഫീഖ്, തൊടുപുഴയിൽ നിന്നാണ് വിളിക്കുന്നത്. എന്താണ് പറയാനുള്ളത്? നമുക്ക് വീണ്ടെടുക്കണ്ടേ വയനാടിനെ? തീർച്ചയായും വീണ്ടെടുക്കണം. ഹലോ, പറഞ്ഞോളൂ. തീർച്ചയായും നമ്മളത് തിരിച്ചു പിടിക്കും. കാരണം മലയാളി എന്ന് പറയുന്നത് അഭിമാനം കൊള്ളുന്ന ഒരാളാണ് ഞാൻ. പ്രത്യേകിച്ച് കേരളത്തിൽ ഒരു സംഭവം നടന്നാൽ ജനങ്ങളെല്ലാം ഒന്നാവും. ഇവിടെ ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല. ആ ഒരു കാര്യത്തിൽ കേരളത്തിൽ ജയിക്കാൻ വേറെ ഒരു സംസ്ഥാനത്തിനെയും കൂട്ടി വായിക്കാൻ നമുക്ക് കഴിയില്ല. തീർച്ചയായിട്ടും നമ്മളെ കുഞ്ഞുമക്കള്, എത്രയോ കുഞ്ഞുമക്കള് മരണപ്പെട്ടു പോയി. നമ്മളെ കുഞ്ഞുങ്ങൾക്കൊരു കാലിലൊരു മുള്ളു കൊണ്ടാൽ നമുക്ക് സഹിക്കില്ല. പക്ഷെ നമുക്കിത് കാണുന്ന വേദനപൂർവ്വമാണ് നമ്മളിതെല്ലാം കാണുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളെ ഈ ന്യൂസ് 80 എന്ന് പറയുന്ന ഈ ചാനലിന് ഒരു ബിഗ് സല്യൂട്ട് തരുവാണ്. അത് അർജുനന്റെ കാര്യത്തിലായാലും ഇപ്പൊ ഈ വയനാട്ടിന്റെ കാര്യത്തിലായാലും നിങ്ങൾ 24 മണിക്കൂറും ന്യൂസ് കൃത്യമായിട്ട് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു ബിഗ് സല്യൂട്ടാണ്. പിന്നെ ഇനി ഈ മലയാളികളോ അല്ലെങ്കിൽ കേരളത്തിലുള്ള ഒത്തൊരുമിച്ച് ഇതിനു വേണ്ടി പ്രവർത്തിക്കാണല്ലോ. നമ്മളെല്ലാവരും അതിനുവേണ്ടി പ്രവർത്തിച്ച് അവരെ വീണ്ടെടുക്കണമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. അതിന് വേദനയോടുകൂടി തന്നെയാണ് പറയുന്നത്. നന്ദി ഷഫീഖ് വിളിച്ചതിന്. ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങളുടെ കടമയാണ്, ഉത്തരവാദിത്വമാണ്. ഒരു ഉത്തരവാദിത്വപ്പെട്ട മാധ്യമ സ്ഥാപനം എന്ന നിലയിൽ ഞങ്ങളുടെ കടമ നിർവഹിക്കുന്നു എന്നത് മാത്രമേ ഉള്ളൂ. എന്തായാലും വളരെ നന്ദി വിളിച്ചതിന്. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ആ നാടിനെ നമുക്ക് ചേർത്ത് പിടിച്ചേ മതിയാകൂ. ജഫാനുണ്ട് കോട്ടയത്ത് നിന്ന്. പറഞ്ഞോളൂ, എന്താണ് പറയാനുള്ളത്? യെസ്, മിനിയുണ്ട് മാവേലിക്കരയിൽ നിന്നും. മിനി, നമുക്കെന്തായാലും ഓരോ ആളുകളും നമ്മളോട് പറയുന്നത് ആ നാട് നമ്മൾ തിരിച്ചു പിടിക്കുമെന്നാണ്. അത് കേൾക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. ഇത് കേരളത്തിലാണ്, നമ്മൾ എന്തായാലും ആ നാടിനെ തിരിച്ചു പിടിക്കും. പഴയതുപോലെ അവിടുത്തെ ആളുകൾക്ക് സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി ജീവിക്കാനുള്ള ഒരു അവസരത്തിലേക്ക് നമ്മൾ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്താണ് പറയാനുള്ളത് മിനി? ഒരുപാട് സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിട്ട് ഒരുപാട് ആളുകൾ ഉറങ്ങിക്കിടന്നവർ രാവിലെ ഇല്ലാതെ വരിക എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം ഉണ്ടാക്കുന്നു. എന്തായാലും വയനാടിനെ തിരിച്ചു പിടിക്കാനായിട്ട് നമ്മുടെ ഓരോ പ്രവർത്തകരും വളരെയധികം പ്രയത്നിക്കുന്നു. ഒരുപാട് സങ്കടമുണ്ട്. എല്ലാം ശരിയാകട്ടെ. വയനാടിനെ പഴയ സ്ഥിതിയിലേക്ക് എത്തിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. കാണാത്തവരെ എല്ലാം കണ്ടുകിട്ടാനും ഒക്കെ ഒരുപാട് പ്രാർത്ഥനയോടെ. അതാണ് എല്ലാവർക്കും ആ ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. നമുക്ക് ആ നാടിനെ തിരിച്ചു പിടിക്കണമെന്നൊരു ആഗ്രഹം മാത്രമല്ല. എല്ലാവരും സങ്കടത്തിൽ മാത്രമാണ് വിളിക്കുന്നത്. ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ മറ്റൊന്നും നമ്മുടെ മനസ്സിലേക്കുള്ള, നേരത്തെ ഒരു പ്രേക്ഷകൻ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് അവിടെ, അനാഥരായ ഒരുപാട് കുഞ്ഞുങ്ങൾ. അവരെ ചേർത്ത് പിടിക്കണം, അവരെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു വരുത്തണം. അതിനൊക്കെ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ പ്രാപ്തമാണ്. അതിനനുസരിച്ചുള്ള പ്രവർത്തനം സർക്കാർ സംവിധാനങ്ങളുടെ സന്നദ്ധ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന കാര്യത്തിൽ നമുക്ക്
ഒരു തെല്ലൊരു സംശയം പോലും ഇല്ല. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് നമ്മൾ വയനാട്ടിൽ കാണുന്നതും. ഫൈസൽ ഉണ്ടാവും ചെയ്തതെന്നും. ഫൈസൽ, നമ്മൾ പറഞ്ഞു വന്നത് ഇതാണ്, നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ കൃത്യമായി വയനാടിനെ ചേർത്ത് പിടിക്കുന്നു, ഒപ്പം ഈ നാട്ടിലെ നല്ല മനുഷ്യരും ചേർത്ത് പിടിക്കുന്നു. നമ്മൾ ഒരുപാട് സന്നദ്ധ പ്രവർത്തകരെ അവിടെ കാണുന്നുണ്ട്. അവർക്ക് രാഷ്ട്രീയമില്ല, മതമില്ല, ജാതിയില്ല, എല്ലാവർക്കും മനുഷ്യർ അല്ലെങ്കിൽ തങ്ങളുടെ വീട്ടിലെ ഒരാൾക്ക് പറ്റിയ അപകടം എന്ന് മാത്രം വിചാരിച്ചുകൊണ്ട് അവരെ ചേർത്ത് പിടിക്കാൻ വേണ്ടി തയ്യാറായ കുറെ മനുഷ്യരെയാണ് നമ്മൾ വയനാട്ടിൽ കാണുന്നത്, അല്ലേ? എന്താ നമ്മൾ ഒരുമിച്ച് നിന്നിട്ട് എല്ലാം ചെയ്യണം. കാരണം നമ്മൾ ഒരുമിച്ച് നിൽക്കണം. പ്രളയത്തിനെങ്ങനെ നമ്മൾ ഒരുമിച്ച് നിന്ന് അതേപോലെ നമ്മൾ ഇതിലും ഒരുമിച്ച് നിൽക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. അല്ല, അങ്ങനെ നിൽക്കുന്നുണ്ട് ഫൈസൽ, കാണുന്നില്ലേ? ഓ, കാണുന്നുണ്ട്. നമ്മള് എന്താ പറയാ, നമ്മൾ പേടിപ്പെടുത്തുന്ന അനുഭവമാണ് അവിടെ. ഓരോന്ന് ഇത് എന്താ പറയാ, ചെറിയ കുഞ്ഞുങ്ങളൊക്കെ മുഖം കാണുമ്പോൾ വല്ലാത്തൊരവസ്ഥയാണ്. മനസ്സൊക്കെ തകർന്നിട്ടുള്ളത്. എല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് എല്ലാവർക്കും അതിന്റെ സഹായങ്ങളെല്ലാം ചെയ്ത് കൊടുക്കണം. പക്ഷെ അവർക്ക് പ്രാർത്ഥനയല്ല വേണ്ടത്, നമ്മളെ സഹായമാണ്. അതെ, തീർച്ചയായും അത് തന്നെയാണ്. പ്രാർത്ഥനകളല്ല, നമ്മുടെ ചേർത്ത് പിടിക്കലാണ്, നമ്മുടെ സഹായമാണ് വേണ്ടത്, കൈകോർക്കലല്ല, ഇനി പ്രവർത്തിച്ചു തുടങ്ങലാണ് വേണ്ടത്. ഫൈസൽ പറഞ്ഞത് വളരെ വ്യക്തമായ കാര്യമാണ്. തിരുവനന്തപുരത്തൊന്നും വിനു ചേരുന്നുണ്ട്. വിനുവിന് എന്താണ് പറയാനുള്ളത്? നമുക്ക് ആ നാടിനെ പഴയ പോലെ വീണ്ടെടുക്കേണ്ടത് ഇനി വേണ്ടത് കണ്ണീരല്ല, പ്രവർത്തനമാണല്ലേ? ഉറപ്പായും നമുക്ക് പ്രാർത്ഥനകളെക്കാളധികം പ്രവർത്തനങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട സമയമായിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും അവിടെ ചെന്നിട്ട് രക്ഷാപ്രവർത്തനത്തിൽ സജീവമായിട്ട് പ്രവർത്തിക്കണമെന്നുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതിനപ്പുറത്തേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേയധികം കാര്യങ്ങളുണ്ട്. ഇപ്പൊ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നമുക്ക് വേണ്ടുന്ന സംഭാവനകൾ എത്തിച്ചു കൊടുക്കാം. പിന്നെ ജില്ലാ ഭരണകൂടത്തിന്റെ സഹായത്തിന് അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ഒരുപാട് അവസരങ്ങളുണ്ട്. നമുക്ക് മുന്നിൽ 2018 പ്രളയമുണ്ട്, 2019 വന്നിട്ടുള്ള പ്രളയമുണ്ട്, കൊറോണയെ നമ്മൾ അതിജീവിച്ചിട്ടുണ്ട്. ഉറപ്പായും നമ്മൾ ഇതിനെ അതിജീവിക്കും. കൂട്ടായ പരിശ്രമത്തിലൂടെ നമുക്ക് പല പല വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. അപ്പം നമ്മുടെ രാഷ്ട്രീയ നിലപാടുകൾ വേറെ ആയിരിക്കാം, നമ്മൾ വേറെ മതങ്ങൾ, ജാതിയിലൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരായിരിക്കാം. പക്ഷെ അതെല്ലാം മറന്നിട്ട് മലയാളികൾ എന്നുള്ളൊരു വികാരത്തിലേക്ക് എത്തി പലപ്പോഴും നമ്മൾ നമ്മുടെ കേരളത്തെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഉറപ്പുണ്ട് നമ്മൾ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തെ നമ്മൾ ഒരുമിച്ച് അതിജീവിക്കും. വയനാട് നമ്മൾ തിരിച്ചു കൊണ്ടുവരും. അവിടെ അനാഥരാക്കപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് പുതിയ ഷെൽട്ടർ ഉണ്ടാക്കി കൊടുക്കേണ്ടതുണ്ട്. അവിടെ ഒറ്റപ്പെട്ടു പോയിട്ടുള്ള മനുഷ്യരെ നമുക്ക് ചേർത്ത് പിടിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു മാനവികതയുടെ ഒരു പുതിയ രാഷ്ട്രീയം പറയേണ്ട സമയമായിരിക്കുന്നു. ഉറപ്പാണ് നമ്മൾ വയനാടിനെ തിരിച്ചു പിടിക്കും. ഇത് കേരളമാണ്, ഇവിടുത്തെ നാട്, മനുഷ്യരൊക്കെയും നല്ലവരാണ്. നമ്മൾ തിരിച്ചു വരും. തീർച്ചയായും വിനുവിൻ്റെ വാക്കുകൾ വളരെ പ്രചോദനം നൽകുന്നതാണ്. പ്രളയവും പുത്തുമലയും കവളപ്പാറയും കണ്ടവരാണ് നമ്മൾ, അതിനെ അതിജീവിച്ചവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ഈ ദുരന്തത്തെയും നമ്മൾ ഒറ്റക്കെട്ടായി അതിജീവിക്കും, അക്കാര്യത്തിൽ തർക്കമില്ല. പറഞ്ഞതുപോലെ തന്നെ മാനവികതയുടെ രാഷ്ട്രീയം പറയേണ്ട സമയമാണ്. ആ രാഷ്ട്രീയം തന്നെയാണ് നമ്മളിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒറ്റക്കെട്ടായി കൈകോർത്തുകൊണ്ട് ആ നാടിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുകയാണ്. ആഷിക്കുണ്ട് പത്തനംതിട്ടയിൽ നിന്നും. ആഷിക്ക്, പറഞ്ഞതുപോലെ എന്താണ് ആഷിക്കിന് പറയാനുള്ളത്? വയനാടിനെ നമുക്ക് വീണ്ടെടുക്കണ്ടേ? തീർച്ചയായിട്ടും അത്യന്തം വേദനാജനകമായ ഒരു അനുഭവത്തിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ തന്നെ ഇതിനോടുള്ള ആ ഒരു ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നമ്മൾ കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. കാരണം ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വളരെ ശക്തമായ രീതിയിൽ ഒരു എണ്ണയിട്ട യന്ത്രം പോലെയാണ് എല്ലാ സിസ്റ്റവും ഇതിനോടൊപ്പം സഹകരിക്കുന്നത്. അപ്പോ പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകരോടും അത് തന്നെയാണ് പറയാനുള്ളത്. കാരണം മാധ്യമപ്രവർത്തകരും ഇതിനു വേണ്ടി ഒരുപാട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളും ഏറെ അഭിമാനം അർഹിക്കുന്നുണ്ട്. അത്രയും വളരെ നമ്മൾ തീർച്ചയായിട്ടും അതിനെ അതിജീവിക്കാം. വയനാട്ടിലെ ഈ ദുരന്തം നമ്മൾ തീർച്ചയായിട്ടും അതിജീവിക്കും. നമ്മൾ ഒരുപാട് നമ്മൾ പ്രളയം കണ്ടവരാണ്, കോവിഡ് കണ്ടവരാണ്, ഇതിനെയൊക്കെ അതിജീവിച്ചവരാണ്. ഇതും നമുക്ക് അതിജീവിക്കാനായിട്ട് കഴിയും. ഒന്നടങ്കം തന്നെ ഇതിനെ അതിജീവിക്കാനായിട്ട് പ്രവർത്തിക്കാം. എന്തായാലും വളരെ അഭിമാനപൂർവ്വം, ജാതിയുടെയോ മതത്തിന്റെയോ ഒന്നിന്റെയോ ഒരു വ്യത്യാസമില്ലാതെ വളരെ അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ കഴിയും മലയാളി ഒന്നടങ്കം ഈ ദുരന്തത്തെ അതിജീവിക്കാൻ വേണ്ടി രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട്. അത് വളരെ വളരെ അഭിമാനകരമായ ഒരു കാര്യം തന്നെയാണ്. പക്ഷെ വളരെ വേദനാജനകമായ ഒരു ദുരന്തമാണ് നമ്മൾ നേരിട്ടത്. ആ ദുരന്തം നമ്മുടെ ഓരോരുത്തരെയും വീട്ടിൽ സംഭവിച്ചതുപോലെ. ഇപ്പം എന്റെ സ്ഥലം പത്തനംതിട്ടയാണ്, സംഭവം നടന്നത് വയനാടാണ്. പക്ഷേ സ്വന്തം ഭവനത്തിൽ നടന്നതുപോലെ, സ്വന്തം കുടുംബത്തിൽ നടന്നതുപോലെയുള്ള അതുപോലൊരു വേദനയാണ് നമുക്ക് ഓരോരുത്തർക്കും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് തോന്നുന്നത്. പക്ഷേ പിന്നെ അതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് സഹായങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. എല്ലാവരും കയ്യും നെയ്യും മറന്ന് സഹായിക്കുക. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായങ്ങൾ നൽകുക. അതുപോലെ അപ്പൊ തന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് ചിലർക്കെങ്കിലും ഒരു തെറ്റിദ്ധാരണകളുണ്ട്. അപ്പോൾ ആ തെറ്റിദ്ധാരണകൾ മാറാനായിട്ട് മാധ്യമങ്ങൾ ഇന്റർവെൻഷൻ നടത്തുന്നുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ കുറെ കൂടെ സജീവമായ ഒരു ഇന്റർവെൻഷൻ മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് ഈ ഒരു ദുരിതാശ്വാസ നിധിയിൽ വരുന്ന
പണവുമായി ബന്ധപ്പെട്ടുള്ള തെറ്റിദ്ധാരണകൾ മാറാനായിട്ട് ഉണ്ടാവണമെന്ന് ഒരു അഭ്യർത്ഥനയുണ്ട്. അതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. തീർച്ചയായും വളരെ നന്ദി ആഷിഖ്. പറഞ്ഞതുപോലെ തന്നെ കൈമെയ് മറന്നുള്ള പ്രവർത്തനമാണ് വേണ്ടത്. നാടിനെ ചേർത്ത് പിടിക്കാൻ അത് മാത്രമേ ഇനി ഒരു കാര്യമുള്ളൂ. എന്തായാലും ഹൃദയം മുറിവേറ്റൊരു ദേശത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് നമ്മുടെ നാട്. ആ ചേർത്ത് പിടിക്കൽ കൊണ്ട് ആ നാട് ഉയർത്തെഴുന്നേൽക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്ക് ഷൈജയുണ്ട് മലപ്പുറത്ത് നിന്നും. ഷൈജ, മലപ്പുറവും ഈ ചാലിയാറിനൊക്കെ ഒഴുകി വരുന്ന മൃതദേഹങ്ങൾ കണ്ട് വിറങ്ങലിച്ച ഒരു നാടാണ്, അല്ലെങ്കിൽ അതിനടുത്തുള്ള നാടുകൾ. നമ്മളൊക്കെ വളരെ വേദനിച്ചൊരു ദുരന്തമുണ്ടായിട്ട് 5-ാം നാളായിരിക്കുന്നു. നമുക്കിനി ആ നാടിനെ ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്നത് മാത്രമേ നമ്മുടെ മുന്നിൽ ലക്ഷ്യമായിട്ടുള്ളൂ. മുഹമ്മദ് അലി ഉണ്ട് തിരുവനന്തപുരത്ത് നിന്നും. മുഹമ്മദ് അലി, എന്താണ് പറയാനുള്ളത്? നമുക്ക് ആ നാടിനെ വീണ്ടെടുക്കണ്ടേ? ഹലോ, പറഞ്ഞോളൂ. മനുഷ്യൻ പ്രവർത്തിച്ചതിന്റെ ഫലം മനുഷ്യൻ തന്നെ അനുഭവിക്കുന്നതാണ്. തീർച്ചയായിട്ടും. എസ് മുഹമ്മദ് അലിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചത്. അദ്ദേഹം പറയുന്നത് മനുഷ്യൻ നിർമ്മിച്ച ദുരന്തമാണ് എന്നാണ്. അതിന് കാരണം അദ്ദേഹം പറയാൻ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഈ പ്രകൃതിയിലെ പല സമ്പത്തും നമ്മൾ നശിപ്പിക്കുന്നു, അതിൻ്റെ തിരിച്ചടി പ്രകൃതി താണ്ഡവമാടി നമുക്ക് തിരിച്ചു തരുന്നു എന്നതിലേക്കായിരിക്കും. പക്ഷേ ഒന്നും നമ്മൾ ഇത്തരത്തിൽ വലിയ ദുരന്തങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചല്ലല്ലോ ആരും ഒന്നും ചെയ്യുന്നത്. ഇനിയും അത്തരത്തിലൊരു ദുരന്തം ഉണ്ടാവാതിരിക്കട്ടെ. ആ നാടിനെ നമുക്ക് ദുരന്തമുഖത്തെന്നും മാതൃക കാട്ടിയിട്ടുള്ളവരാണ് മലയാളികൾ. മഹാപ്രളയത്തെയും മഹാമാരിയെയും ഒന്നിച്ചു നിന്ന് ചെറുത്ത് തോൽപ്പിച്ചവർ. വയനാട്ടിലെ നമ്മുടെ സഹോദരങ്ങളെയും നമുക്ക് അതേപോലെ തോളോട് തോൾ ചേർന്ന് നിന്ന് സംരക്ഷിക്കാം. സർവവും നഷ്ടപ്പെട്ടവർക്ക് സാന്ത്വനമൊരുക്കണം. നിങ്ങൾ ഒറ്റയ്ക്കല്ലെന്ന് നമുക്ക് അവരെ നോക്കി വിളിച്ചു പറയണം. എല്ലാം നഷ്ടപ്പെട്ടവർക്ക് തിരികെ എത്തുമ്പോൾ സുരക്ഷിതമായ ഒരിടമുണ്ടാകണം. സഹോദരങ്ങൾക്ക് കൂടൊരുക്കാൻ സുമനസ്സുകളുടെ സഹായവും വേണം. വീട് നിർമ്മിച്ച് നൽകാൻ കഴിയുന്നവരോ വാടക വീട് നൽകാനോ വാടക ചിലവ് വഹിക്കാൻ തയ്യാറുള്ളവരോ മുന്നോട്ട് വരണം. ഞങ്ങളെ ന്യൂസ് 18 നിങ്ങൾക്ക് ബന്ധപ്പെടാം. അധികാരികളുമായി ചേർന്ന് നമുക്ക് ആ നാടിനെ ചേർത്ത് പിടിക്കാം, അവർക്ക് കൂടൊരുക്കാം. നേരത്തെ കാണിച്ചതുപോലെ 80 86 40 0391 എന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം. സഹായങ്ങൾ നേരിട്ട് നൽകാം. അതല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുണ്ട്. എന്തായാലും ആ നാടിനെ ചേർത്ത് പിടിക്കാൻ നമുക്കൊന്നായി മുന്നോട്ട് പോകാം. അതിന് നിങ്ങളുടെ സുമനസ്സുകളുടെ സഹായം കൂടിയേ തീരൂ. നമുക്കൊരു പ്രേക്ഷകനുണ്ട്, ഷിനോദ്. ഷിനോദ് എവിടെ നിന്നാണ് വിളിക്കുന്നത്? മംഗളപുര. ഷിനോസ് പറഞ്ഞോളൂ, നമുക്ക് ആ നാടിനെ വീണ്ടെടുക്കണ്ടേ? എന്താക്കുന്നു സാറ്? അയ്യോ, എന്ത് പറയണേ, എന്ത് പറയണ? അയ്യോ, എന്താ പറയുക, ನಮ್ಮ കേരള ഇന്ത്യ ಎಲ್ಲರೂ ಸಹಾಯ ಇಂಡಿಯತ್ ಎಲ್ಲರ ಸಹಾಯ ಹಾಕೊಂಡು
ഒരു 25 രൂപ കൊടുത്താൽ മതി. 1,40,000 ആളുണ്ടല്ലേ, 1,40,000 ആള് എല്ലായിടത്തും മേലെ തരും. മനസ്സിലായല്ലോ പറഞ്ഞത്? ഈ സീൻ നോക്കുമ്പോ നമുക്ക് നോക്കണമല്ലോ സാറ്. എന്താ പറയുന്നത്? എവറി ടൈം വി ആർ ഇൻ ദെയർ. മലയാളം കുറച്ച് കുറവ് നമുക്ക് പറയുന്നത്. ശരി, എനിക്ക് മനസ്സിലാവും. ഏത് ഭാഷയായാലും ഏത് നാടായാലും നമുക്ക് ആ വേദന മനസ്സിലാകും. താങ്കളുടെ ഭാഷ എനിക്ക് മനസ്സിലാകുന്നുണ്ട്, താങ്കളുടെ വേദന മനസ്സിലാകുന്നുണ്ട്. വളരെ നന്ദി വിളിച്ചതിന്. സുനിലുണ്ട് നമുക്കൊപ്പം. സുനിൽ എവിടെ നിന്നാണ് വിളിക്കുന്നത്? കോട്ടക്കൽ അല്ലേ? സുനിൽ കോട്ടക്കൽ നിന്നാണ് വിളിക്കുന്നത്, മനസ്സിലാക്കുന്നു. സുനിൽ, എന്തായാലും നമ്മളെ സംബന്ധിച്ച് നമ്മുടെ മുന്നിൽ ഇപ്പോൾ വയനാടിനെ ചേർത്ത് പിടിക്കുക, വയനാടിനെ മുന്നോട്ട് കൊണ്ടുവരിക, അല്ലെങ്കിൽ ആ നാടിൻ്റെ പുനരുജ്ജീവനം മാത്രമേ നമുക്ക് മുന്നിലുള്ളൂ. അതിന് ഒറ്റക്കെട്ടായി നമുക്ക് ഇറങ്ങണം അല്ലേ? തീർച്ചയായിട്ടും. നമ്മളെ മലയാളികളുടെ മാത്രം ഒരു പ്രത്യേകതയാണുള്ളത്. മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മലയാളികൾക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. നമുക്ക് പല രാഷ്ട്രീയം ഉണ്ടായിരിക്കും നമുക്ക്. പക്ഷെ ഇത്തരൊരു സന്ദർഭത്തിൽ നമ്മൾ അങ്ങനത്തെ രാഷ്ട്രീയത്തിലേക്ക് മാറി നിന്നുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്ന ഒരു സമയമാണിത്. തീർച്ചയായും ഒറ്റക്കെട്ടായി കൈമെയ് മറന്നുള്ള പ്രവർത്തനം മാത്രമാണ് വയനാടിൻ്റെ പുനരുജ്ജീവനത്തിന് നമുക്ക് സാധിക്കുകയുള്ളൂ. അതിന് എല്ലാവരും ഒറ്റക്കെട്ടായുള്ള പ്രവർത്തനം നടത്തുന്നുമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ശശികുമാർ ഉണ്ട് കരുനാഗപ്പള്ളിയിൽ നിന്ന്. ശശികുമാർ, ഒരു ഒറ്റ ലക്ഷ്യം മാത്രമേ നമുക്ക് മുൻപിൽ ഇനിയുള്ളൂ. അവിടെ അനാഥരായ, വീടില്ലാത്ത, ഒരു ആയുസ്സിൻ്റെ മുഴുവൻ സമ്പാദ്യവും നഷ്ടപ്പെട്ട ഒരു കൂട്ടം മനുഷ്യരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക. താൽക്കാലിക പാലം സൈന്യം നിർമ്മിച്ചു. ഇനി നമുക്ക് വേണ്ടത് അവരുടെ ജീവിതത്തിലേക്ക്, ആ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് അവരെ കൈപിടിച്ചുയർത്താനുള്ളൊരു, അവരുടെ ജീവിതത്തിലേക്കുള്ളൊരു പാലം നിർമ്മിക്കലാണ് അല്ലെ? എന്റെ പൊന്നെ, ഞാനൊരു കാര്യം പറയാം. നിങ്ങളെ പോലെ ഉള്ള ചാനൽ പ്രവർത്തകരെ ഞാൻ ആദ്യമായിട്ട് അഭിനന്ദിക്കുകയാണ്. കൂടാതെ ഞാൻ ഈ സുനാമി വന്നപ്പോൾ സുനാമി കഴിഞ്ഞ് ഇവിടെ പ്രളയം വന്നപ്പോൾ ഞങ്ങള് നിരവധി വള്ളങ്ങൾ, 100 കണക്കിന് വള്ളങ്ങളെ കുറിച്ച് സഹായിച്ച ഒരു ലീഡറാണ് ഞാൻ. എന്റെ പേര് മനസ്സിലാക്കി കാണും. അപ്പോൾ ഞാൻ അങ്ങേടുത്ത് പറയുന്നത്, ഇതിന്റെ ഉത്തരവാദി ആരാന്ന് കണ്ടുപിടിക്കണം. നിങ്ങളാണ് അതിന്റെ ആള് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ആള്, ജനങ്ങളുടെ ആള്, നിങ്ങളാണ്, മീഡിയ ആണ്. അപ്പോ നിങ്ങൾ കണ്ടെത്തേണ്ടത്, ഇത് 84-ല് 1984 ഇവിടെ ഒരു അപകടം ഉണ്ടായ ആള് മരിച്ച സ്ഥലമാണ്. അപ്പോൾ ഇവിടെ വീണ്ടും വീട് വയ്ക്കാൻ അനുവാദം കൊടുത്ത ആര്? 84, എത്ര വർഷമായി? അപ്പോൾ ഇത് ദുരന്തഭൂമിയായിട്ട് കണ്ടെത്തി, നമ്മുടെ ഇന്ത്യയിലെ ദുരന്തഭൂമിയായി കണ്ടെത്തിക്കൊണ്ട് റവന്യൂ അധികാരികൾ പൂർണ്ണമായിട്ടും ഇത് ഇവിടെ ഒരു അനുവാദം കൊടുക്കരുത്. മാത്രം ജനങ്ങൾക്ക് വിവരമില്ല, അവർക്ക് വില പറയുന്ന സ്ഥലം അവർ കണ്ടെത്തി വീട് വയ്ക്കാനും പള്ളി വയ്ക്കാനും ഒക്കെ ശ്രമിച്ചു. പക്ഷേ ഈ നമ്മുടെ രാജ്യം ഭരിക്കുന്ന അധികാരികളായിട്ടുള്ള ആളുകളാണ് ഇതിന്റെ പ്രതി. ഞാനിപ്പോ പിണറായി വിജയൻ സാറിനെയോ നരേന്ദ്രമോദി സാറിനെ കുറ്റപ്പെടുത്തുകയല്ല. ഒരിക്കലും അവർക്ക് പ്രൊട്ടക്ഷനായിട്ട് അവർക്ക് വേറെ സ്ഥലത്തേക്ക് മാറ്റി കൊടുക്കാം. ഇത് 84-ല് അന്ന് എന്നാന്ന് മനസ്സിലാക്കണം പ്രിയപ്പെട്ട മാഡം. അത് കഴിഞ്ഞ് എത്ര വർഷമായിപ്പോ ഈ ആളുകളെ കൊല്ലാൻ ഇവിടെ. തീർച്ചയായും താങ്കളുടെ വേദന മനസ്സിലാക്കുന്നു, താങ്കളുടെ വിഷമം മനസ്സിലാക്കുന്നു. ഇങ്ങോട്ട് വിളിക്കുന്ന എല്ലാവരുടെയും മാനസികാവസ്ഥ ഇത് തന്നെയാണ്. എന്തായാലും വിളിച്ചതിന് നന്ദി. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ, പക്ഷേ ഇവിടെ നമ്മൾ ഇപ്പോൾ പറയേണ്ടത് മാനവികതയുടെ രാഷ്ട്രീയമാണ്, അല്ലാതെ രാഷ്ട്രീയമായ ഒരു ചേരിതിരിവിലേക്കല്ല കാര്യങ്ങൾ പോകേണ്ടത്. നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, വയനാടിൻ്റെ വീണ്ടെടുപ്പ്. അത് സാധ്യമാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ അല്ലെങ്കിൽ വഴിയെ സംസാരിക്കാം. വളരെ നന്ദി എന്തായാലും വിളിച്ചതിന് ശശികുമാർ. ബെന്നിയുണ്ട് മാനന്തവാടിയിൽ നിന്ന്. ബെന്നി, ഈ വയനാട്ടിലെ ദുരന്തം നടന്ന മുണ്ടക്കൈ ആ മേഖല, അവിടെ അടുത്താണോ ബെന്നി താമസം? യെസ്, ബെന്നിയില്ല. ജയ്മോൻ ഉണ്ട് തളിപ്പറമ്പ് വന്ന്. ജയ്മോൻ, നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ഒറ്റ ലക്ഷ്യം മാത്രമേ മുൻപിലുള്ളൂ, വയനാടിനെ വീണ്ടെടുക്കുക എന്നത്. അതെ അതെ അതെ, ഞാനിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളുടെ ചാനല്. പറഞ്ഞോളൂ. അതെ അതെ മാഡം, ഞാന് 10-25 വർഷമായി ടൂറിസ്റ്റ് മേഖലയില് വർക്ക് ചെയ്യുന്നതാണ്. സിറ്റി ലൈറ്റ് ട്രാവൽസ് മുതൽ വയനാട്, മൂന്നാറ്, കൊടൈക്കനാല്, ഊട്ടിയിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ടുകളായത്.
പക്ഷെ ഇതേപോലത്തെ ദുരന്തം എനിക്ക് ഇന്നവരെ കാണാനും കഴിഞ്ഞില്ല, കേൾക്കാനും കഴിഞ്ഞില്ല. കഴിഞ്ഞ ദിവസം വരാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത സ്ഥലങ്ങൾ ഞാൻ ഈ ഒരു 2-3 മാസം മുമ്പ് ഇതേ റിസോർട്ടിൽ വന്നിട്ടുണ്ട്. ഈ ചൂരൽമലയും മേപ്പാടി ഒക്കെ അവിടെ വന്നിട്ടുണ്ട് മഴ തുടങ്ങുന്നതിന് മുന്നേ ബസ്സും കൊണ്ട്. പക്ഷെ എന്താണെന്നറിയില്ല, ഞാൻ വരാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് ടീമുകൾ നമ്മളെ ഡ്രൈവേഴ്സ് എല്ലാം സെറ്റാക്കിയിട്ട് വരാൻ അങ്ങോട്ട് കടത്തി വിടുന്നില്ല, അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞപ്പോ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ട്. പിന്നെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ വരാൻ വേണ്ടി പലതും നോക്കി, എങ്ങനെയെങ്കിലും അവിടെ നിന്ന് കയറി ചെല്ലണം, ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ചെയ്യണം ഒക്കെ ആക്കി അങ്ങനെ സുഹൃത്തുക്കളൊക്കെ ആലോചിച്ചു. അപ്പൊ ഇങ്ങോട്ട് വരാൻ പറ്റാത്ത സാഹചര്യം പറ്റുന്നില്ല. ഞങ്ങൾക്ക് ഇവിടുന്ന് വരണമെങ്കിൽ അധികം ദൂരമൊന്നുമില്ല. തലപ്പുറമ്പെന്ന് മറ്റേ നമ്മളെ കൊട്ടിയൂർ വഴി കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ഥലത്തെത്താം. എന്റെ അച്ഛന്റെ അനിയനുണ്ട് പനമരത്ത്. അപ്പൊ ചാത്തനെ വിളിച്ചിട്ട് വരെ പറഞ്ഞു ഒരു രക്ഷയില്ല, ഇങ്ങോട്ട് വരണ്ട, വണ്ടികളൊന്നും വിടുന്നില്ല എന്ന് പറഞ്ഞു. അതെന്തായാലും താങ്കൾ അവിടെ പോവാതിരുന്നത് ഭാഗ്യമെന്ന് കരുതാം. വളരെ നന്ദി ജയമോൻ വിളിച്ചതിന്. രാജേഷ് ഉണ്ട് ആലപ്പുഴയിൽ നിന്നും. രാജേഷ്, എന്തായാലും സർവവും തകർത്തെറിഞ്ഞ പ്രകൃതി കലിതുള്ളി ആ ദുരന്തത്തിൽ നിന്ന് ആ നാട് ചിതറിപ്പോവാതെ ചേർത്ത് പിടിക്കുന്നത് ഒരു പറ്റം സുമനസ്സുകളാണ്. രാജേഷും നമ്മളെല്ലാവരും ഉൾപ്പെടുന്ന ഒരു കൂട്ടം സാധാരണക്കാരായ മനുഷ്യരാണ്. എന്തായാലും ഇന്നലെ വരെ മനസ്സുകൾക്ക് അതിർവരം പെട്ടിരുന്ന ജാതിയും രാഷ്ട്രീയവും മതവും ഒന്നുമില്ലാതെ നമ്മളൊന്ന് എന്നൊറ്റ ചിന്തയിൽ മാത്രം ആ നാടിനെ ചേർത്ത് പിടിക്കുകയാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് തന്നെ തീർച്ചയായും നമുക്ക് ആ നാടിനെ വീണ്ടെടുക്കാൻ സാധിക്കുമല്ലേ? എനിക്ക് കൃത്യമായും പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പശ്ചിമഘട്ട മലനിരകളെ തകർത്തുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, അത് ഏത് ഗവൺമെന്റ് ആയാലും പശ്ചിമഘട്ട മലനിരകളെയും നമ്മുടെ തീരപ്രദേശത്തെയും തകർത്തുകൊണ്ടുള്ള ഏതൊരു വികസന പ്രവർത്തനവും നമ്മുടെ നാടിനെ വലിച്ചു വെക്കാൻ പോണ വലിയൊരു വിപത്താണ്. ആ വിപത്തിനെ മുന്നിൽ കണ്ടുകൊണ്ട് കേരള കണക്കുള്ള കരിമണൽ ഖനനം കണക്കുള്ള വലിയ പദ്ധതികൾ നടപ്പാക്കുമ്പോൾ ഇവിടെ വെന്ത് മരിച്ചു വീഴുന്നത് കൊച്ചു കുഞ്ഞുങ്ങളാണ്. ഈ രാജ്യത്തെ ഭാവി തലമുറയെ സൃഷ്ടിക്കേണ്ട ഒരു സമൂഹത്തെയാണ് നശിപ്പിക്കുന്നത് തെറ്റായ വികസന കാഴ്ചപ്പാടുകൾ. അതുകൊണ്ട് തന്നെ പശ്ചിമഘട്ട മലനിരകളെ തകർത്തുകൊണ്ടുള്ള ഒരു വികസനവും നമ്മുടെ നാടിന് ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് ജനം ഒന്നുകൂടെ ചിന്തിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത്. കരഞ്ഞുകൊണ്ടും പറയുകയാണ്, അവിടെ വെന്ത് മരിച്ച കൊച്ചു കുഞ്ഞുങ്ങളുടെ ഓർത്തെങ്കിലും ഈ തെറ്റായ വികസന പ്രവർത്തനങ്ങൾ ഇനിയെങ്കിലും അവസാനിപ്പിക്കണമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട അഭിപ്രായം തന്നെയാണ് താങ്കളുടെ. എന്തായാലും പശ്ചിമഘട്ട മലനിരകളെ സംരക്ഷിക്കുക, അത്തരത്തിലുള്ള അതിന് വിഘാതം സൃഷ്ടിക്കുന്ന, തടസ്സം സൃഷ്ടിക്കുന്ന വികസന പ്രവർത്തനങ്ങളാണെങ്കിൽ അത് വേണ്ട എന്ന് വയ്ക്കുക എന്നത് തന്നെ വഴിയുള്ളൂ. കാരണം അതല്ലെങ്കിൽ ഇത്തരത്തിൽ വലിയ പ്രതിസന്ധിയിലേക്ക്, വലിയ ദുരന്തങ്ങളിലേക്ക് ഇനിയും നമ്മുടെ നാടെത്തും. അതില്ലാതിരിക്കണമെങ്കിൽ അത്തരത്തിലുള്ള പ്രകൃതിയും സംരക്ഷിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. രാധാകൃഷ്ണനുണ്ട്. രാധാകൃഷ്ണൻ എവിടെ നിന്നാണ് വിളിക്കുന്നത്? ചാത്തന്നൂരിൽ നിന്ന്. പറഞ്ഞോളൂ, നമുക്ക് വീണ്ടെടുക്കണ്ടേ വയനാടിനെ? തീർച്ചയായും. ഞാൻ വളരെ ഖേദകരമായ ഒരു ന്യൂസ് നേരത്തെ നമ്മുടെ ചാനലിൽ കണ്ടു. പിന്നെ ഈ രക്ഷാപ്രവർത്തകർക്ക് ഭക്ഷണം ലഭിക്കുന്നു, അതിലെന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? ഹലോ, പറഞ്ഞോളൂ, കേൾക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ നമ്മുടെ ചാനലിൽ കണ്ടു, ഇങ്ങനെ രക്ഷാപ്രവർത്തകർക്ക് ഭക്ഷണവും മറ്റു സൗകര്യങ്ങളും ലഭിക്കുന്നില്ല എന്നൊരു വാർത്ത കണ്ടു. അതൊരു പ്രധാനപ്പെട്ട കാര്യം അത് പറയാനുള്ളത് കൊണ്ടാണ് വിളിച്ചു ചോദിച്ചത്. ഇല്ല, എല്ലാ തരത്തിലുള്ള കൃത്യമായ സംവിധാനങ്ങളും നമ്മളവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തകർക്ക് കൈമേയ് മറന്നുള്ള പ്രവർത്തനമാണ്. അതിനിടയിൽ അവർക്ക് ഭക്ഷണം കഴിക്കാൻ പോലും സാധിക്കാത്ത സാഹചര്യമാണുള്ളത്. പക്ഷേ എല്ലാ തരത്തിലും ദുരിതാശ്വാസ ക്യാമ്പിലടക്കം ഭക്ഷണം എത്തിക്കുന്നുണ്ട്. അവശ്യ സാധനങ്ങൾ ഒരു നാട് മുഴുവൻ അവിടേക്ക് എത്തിക്കുന്നുണ്ട്. പക്ഷേ ഒരു നാടിനായി സ്വന്തം വീട്ടിൽ നടക്കുന്ന അപകടം എന്ന് കരുതി ഓരോരുത്തരും അതിലേക്ക് ഇറങ്ങി തിരിച്ചപ്പോൾ രക്ഷാപ്രവർത്തകർക്ക് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പോലും സമയമില്ലാതെ അവർ ആ രക്ഷാപ്രവർത്തനത്തിൽ ഇറങ്ങുന്ന സാഹചര്യമാണ് ഉള്ളത്. വളരെ നന്ദി വിളിച്ചതിന്. ശാന്തമ്മ വിളിക്കുന്നുണ്ട് കൊട്ടാരക്കരയിൽ നിന്നും. ശാന്തമ്മ, നമ്മളെല്ലാവരും വേദനയിലാണ്. ഒന്ന് ശബ്ദമിടരാതെ പോലും ഈ വാർത്തയെക്കുറിച്ച് നമുക്ക് ഒരു മാധ്യമപ്രവർത്തക എന്ന നിലയിൽ ഞങ്ങൾക്ക് പോലും പറയാൻ സാധിക്കാത്ത സാഹചര്യമാണ്. അത്തരം കാഴ്ചകളാണ് ഓരോ ദിവസവും നമ്മൾ വയനാട്ടിൽ നിന്ന് വരുന്നത്. എന്താണ് പറയാനുള്ളത്? നമുക്ക് ആ നാടിനെ തിരിച്ചു പിടിക്കണ്ടേ? അവിടുത്തെ ആളുകളെ ചേർത്ത് പിടിക്കണ്ടേ? അതെ, കേൾക്കാമോ? അതെ കേൾക്കാം. പറഞ്ഞോളൂ, എന്താണ് പറയാനുള്ളത്? നമ്മള് മലയാള വാക്കുകൾക്കൊക്കെ അതീതമാണ് ഈ പ്രശ്നങ്ങള്. ഇത് ദൈവം വരുത്തിയതാണോ മനുഷ്യര് വരുത്തിയതാണോ
ഇതെന്താണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ശരി, വളരെ നന്ദി ശാന്തമ്മ വിളിച്ചതിന്. എന്തായാലും സർവവും തകർത്തെറിഞ്ഞ ഉരുൾപൊട്ടലിൽ ചിതറിപ്പോകാതെ വയനാടിനെ ചേർത്ത് പിടിച്ചോർമ്മിപ്പിക്കുന്നത് ഒരു കൂട്ടം സുമനസ്സുകളാണ്. ഇന്നലെ വരെ പാർട്ടിക്കൊടികളും ജാതിയും മതവും ഉരുളിനൊപ്പം അവർ അവിടെ പൊട്ടി വീണ ഉരുളിനൊപ്പം അവരൊക്കെ നമ്മളെല്ലാവരും ഒഴുക്കിക്കളഞ്ഞതാണ്. ദൈവത്തിൻ്റെ സ്വന്തം നാടാണിത്. ആ നാട് അതിൻ്റെ നന്മ കൊണ്ട്, പ്രവൃത്തി കൊണ്ട്, നല്ല പ്രവൃത്തികൾ കൊണ്ട് ലോകത്തിന് മുൻപിൽ അങ്ങനെ തന്നെ തെളിഞ്ഞു നിൽക്കും. ദൈവത്തിൻ്റെ സ്വന്തം നാട്, ആ നാട് തിരിച്ചു പിടിക്കും. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളിപ്പോൾ വേദനിക്കുന്ന വയനാട് നമ്മൾ തിരിച്ചു പിടിക്കും. അവിടുത്തെ നാട്ടുകാരെ നമ്മൾ ചേർത്ത് പിടിക്കും. ആ ദുരന്തത്തിൻ്റെ ഒരവശേഷിപ്പ് പോലുമില്ലാതെ നമ്മൾ ആ നാടിനെ തിരിച്ചു പിടിക്കും. ആ കാര്യത്തിൽ സംശയമില്ല. ഇബ്രാഹിം ഉണ്ട് പാലക്കാട് നിന്ന്. ഇബ്രാഹിം, ഒറ്റക്കെട്ടായി ഇറങ്ങുകയാണ് നമ്മളെല്ലാവരും വയനാടിനെ തിരിച്ചു പിടിക്കാൻ, ആ നാടിനെ ചേർത്ത് പിടിക്കാൻ. അവിടെ ഒറ്റയ്ക്കായവരെ അങ്ങനെയല്ല എന്ന് തോന്നിപ്പിക്കുക, ഞങ്ങളൊക്കെ നിങ്ങൾക്കുണ്ട്, നമ്മളൊപ്പമുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ മലയാളികളടക്കം അവിടെ കാഴ്ചവെക്കുന്നത് എന്നാണ് പറയാനുള്ളത്. തീർച്ചയായിട്ടും പ്രകൃതി താണ്ഡവമാടിയ 300-ൽ കൂടുതൽ പേരുടെ മരണത്തിനിടയാക്കിയ, ഇനിയും അതിൽ കൂടുതൽ പേരെ ഇനിയും കണ്ടെടുക്കാനുണ്ട്, വീണ്ടെടുക്കാനുണ്ട്. സ്പെഷ്യലായിട്ടുള്ള റിക്കവറി പ്രോസസ്സ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മളെല്ലാവരും ഒരേ മനസ്സോടെ ഒരു മെയ്യോടുകൂടി വയനാട് ജനതയ്ക്കൊപ്പമുണ്ട്. അതോടൊപ്പം ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, ഇത് 95% കലാമിറ്റീസും മനുഷ്യനിർമ്മിതമാണ് എന്നാണ്. നേരത്തെ നമുക്ക് മുമ്പിലുണ്ട് വളരെ വ്യക്തമായിട്ട് കസ്തൂരി രംഗൻ റിപ്പോർട്ടും അതുപോലെ തന്നെ മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടും ഇപ്പോഴുണ്ട്. പല മീഡിയാസും പല പ്രമുഖരും പറയുന്നത് ഇപ്പോൾ അത് സംസാരിക്കരുത് എന്നാണ്. പക്ഷേ ഞാൻ പറയുന്നു, ഇപ്പോഴാണ് അത് സംസാരിക്കേണ്ട സമയം എന്ന്. കാരണം ഇതുപോലുള്ള പല ദുരന്തങ്ങളും അവശേഷിച്ച് പോകുമ്പോൾ അതൊക്കെ കെട്ടി ഒരു ഫയലാക്കി അവിടെ മടക്കി വെക്കും. ഇനി അടുത്ത ഒരു ദുരന്തത്തെ കാത്തിരിക്കുകയാണ് നമ്മൾ. പ്രത്യേകിച്ച് ഇത്രയും കൺജസ്റ്റഡ് ആയിട്ടുള്ള നമ്മുടെ സ്റ്റേറ്റ്, കേരള സ്റ്റേറ്റിൽ ഇനിയും ദുരന്തങ്ങൾ ഏറെയുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഈ റിപ്പോർട്ടുകളെ അവഗണിക്കുന്നു? ഞാൻ രാഷ്ട്രീയം പറയുകയല്ല, ദയവ് ചെയ്ത് എനിക്ക് രാഷ്ട്രീയമില്ല. എന്തുകൊണ്ട് ഇതിനെ നമ്മൾ ഈ ഒരു കാര്യത്തെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ കണ്ടുകൂടാ? എന്തുകൊണ്ട് പല മീഡിയസും ഇത് മനഃപൂർവ്വം അവഗണിക്കുകയാണ്? കേന്ദ്രമായാലും സംസ്ഥാന ഗവൺമെന്റ് ആയാലും ആരായാലും ഇതിനെ ഇനിയെങ്കിലും ഇതിനെ ചവിട്ടി മെതിക്കാതെ ഈ പ്രസ്തുത റിപ്പോർട്ടുകളെ മാന്യമായി കൊണ്ട് തന്നെ അതിൻ്റെതായ പശ്ചിമഘട്ട രീതികളെ, നേരത്തെ ഒരു സഹോദരൻ പറഞ്ഞ പോലെ ഇനിയും ഒട്ടേറെ ദുരന്തങ്ങൾ നമുക്ക് മുന്നിലുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയും ഈ റിപ്പോർട്ടുകളെ അവഗണിച്ചു കഴിഞ്ഞാൽ. തീർച്ചയായും വളരെ നന്ദി ഇബ്രാഹിം, താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾക്ക്. സുകുമാരനുണ്ട് ഗുരുവായൂരിൽ നിന്നും. സുകുമാരൻ, നമ്മളിപ്പോൾ വീണ്ടെടുക്കാം വയനാടിനെ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അത് പറച്ചിൽ മാത്രമാവരുത്, അത് പ്രവൃത്തിയിലേക്ക് എത്തണം. നമുക്കിനി കൈകോർക്കലല്ല, കണ്ണീരല്ല വേണ്ടത്, പ്രവർത്തനമാണ്, പ്രവൃത്തിയാണ്, നാടിനെ ചേർത്ത് പിടിക്കലാണ്. സുന്ദരൻ ഉണ്ട് പാലക്കാട് നിന്നും. സുന്ദരൻ, ഏറ്റവും പ്രധാനമായി നമ്മൾ പറയേണ്ടത്, ചർച്ച ചെയ്യേണ്ടത് നാടിനെ എങ്ങനെ നമുക്ക് പുനരുജ്ജീവിപ്പിക്കാം എന്നതാണ്. പറഞ്ഞോളൂ, കേൾക്കാം. നമ്മൾ പുനരുജ്ജീവിക്കേണ്ടത് ഈ പ്രദേശത്തു നിന്നുള്ള ജനങ്ങളെ ഇനിയും അവിടെ താമസിക്കാൻ പുനരധിവാസനം ചെയ്യരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അവിടെ എപ്പോഴും ഉരുൾപൊട്ടും ഇനി എങ്ങനെ സംഭവിക്കുമെന്നും ആർക്കും പറയാൻ പറ്റില്ല. വർഷം ഇതേപോലെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമല്ലേ. അത് കാരണം കൊണ്ട് അവിടെ നിന്ന് മാറ്റി നല്ലൊരു പ്രദേശം നോക്കി ആ ജനങ്ങൾക്ക് പുനരധിവാസ പദ്ധതി ആവിഷ്കരിക്കണമെന്നാണ് സർക്കാരിനോടും നമ്മുടെ പൊതുജനങ്ങളോടും പറയാനുള്ളത്. ഈ ദാരുണമായ സംഭവം നമ്മളെല്ലാവരും നേരിൽ കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും കരളലിയിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. നിങ്ങളത് റിപ്പോർട്ട് ചെയ്യുന്നതും എല്ലാം നോക്കി കാണുന്നത് അന്ന് മുതൽ ഇന്ന് വരെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. വളരെ ദുർഘടമായ ഈ അവസ്ഥയെ മാറ്റി പാർപ്പിക്കാൻ സർക്കാർ തന്നെ മുൻകൈയെടുത്ത് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. തീർച്ചയായും വളരെ നന്ദി സുന്ദരൻ വിളിച്ചതിന്. ദാദാപുരത്ത് നിന്നും പവിത്രൻ എന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. പവിത്രൻ, എന്താണ് പറയാനുള്ളത്? ഞാൻ ഈ ചാനലിന്റെ മുന്നിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ നമ്മൾ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല മാഡം. ഇതില്
മേഡം ഇതില് നമ്മൾ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഇപ്പോ ഇതില് എല്ലാ സന്നദ്ധ പ്രവർത്തകരും അവർക്ക് കഴിയുന്ന രൂപത്തില് അവർ ഇടപെടുന്ന കാണുമ്പോഴുള്ള ആ ഒരു സന്തോഷമാണ് നമ്മളിപ്പോ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ NDRF ആയാലും സൈന്യമായാലും മറ്റ് സന്നദ്ധ സംഘടനകളായാലും 500 പേരെ പറയുമ്പോ അതിൽ 5000 പേര് ഞങ്ങള് വരാമെന്ന് പറഞ്ഞിട്ടുള്ള മുന്നോട്ട് വരുന്ന ആ ഒരു സന്തോഷം ഉണ്ടല്ലോ. നമ്മളെല്ലാവരും ഒത്തൊരുമയിൽ പോകുന്ന കേരളത്തിന്റെ ആ ഒരു ഒത്തൊരുമ കാണുമ്പോഴാണ് നമുക്ക് ഈ സന്തോഷം തോന്നുന്നത്. ഇങ്ങനത്തെ ഈ ഒരു ഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ഒത്തൊരുമിക്കുന്നത്. രാഷ്ട്രീയപരമായിട്ട് നമുക്ക് പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും നമ്മുടെ ഇതില് എല്ലാവരുടെയും ആ ഒരു ഐക്യം നമുക്ക് കാണുമ്പോൾ ഏതൊരു ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ എല്ലാവരും ഓടിയെത്തി അവരെ സമാശ്വാസിപ്പിക്കുന്ന ഒരു കാണുമ്പോഴല്ല അവർക്ക് നിങ്ങളെ മീഡിയാസിന്റെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് മീഡിയാസിന്റെ എല്ലാ മീഡിയകളും നിങ്ങള് ഈ ന്യൂസ് എയ്റ്റി ആയിക്കോട്ടെ, റിപ്പോർട്ടർ ചാനൽ ആയിക്കോട്ടെ, എല്ലാവരും അവര് ഊണും ഉറക്കം ഒഴിഞ്ഞ് നമ്മുടെ റിപ്പോർട്ട് നമ്മുടെ മുന്നിൽ എത്തിക്കുമ്പോൾ ആ ഒരു സന്തോഷം നമുക്ക് പറയാതിരിക്കാൻ വയ്യ. ആരെയും കുറ്റപ്പെടുത്താനോ നമ്മുടെ പയ്യാരാനോ അല്ലാതെ ഇനിയെങ്കിലും സർക്കാരും അതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരു ദുരന്തം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന് നടപടികൾ സ്വീകരിക്കാന്നല്ലാണ്ട് നമ്മൾ ആരെയും കുറ്റപ്പെടുത്തിയ കാര്യമില്ല. അവർക്കുള്ള പുനരധിവാസം അതാണ് നമ്മുടെ അടുത്ത ഒരു ലക്ഷ്യം എന്ന് ഞാൻ കരുതുന്നത്. തീർച്ചയായും വളരെ നന്ദി പവിത്രൻ വിളിച്ചതിന്. ഇപ്പോൾ ബെന്നി ഉണ്ട് മാനന്തവാടിയിൽ നിന്നും. ബെന്നി, വയനാടാണ് മാനന്തവാടി. ഏറ്റവും പ്രധാനമായി ഒരു രാവ് പുലർന്നപ്പോഴത്തേക്ക് ഒരു നാട് മുഴുവൻ ഇല്ലാതായി പോയ കാഴ്ച കണ്ടാണ് നമ്മളൊക്കെ ഞെട്ടിയത്. നമുക്കിനി വേണ്ടത് ആ നാടിനെ അതേപോലെ അവിടെ തിരിച്ചു പിടിക്കുക എന്നതാണ്. ഹലോ ബെന്നി, ആ ടിവിയുടെ വോളിയം ഒന്ന് കുറച്ച് വെച്ചോളൂ, എന്നിട്ട് പറയാനുള്ളത് പറഞ്ഞു. ഹലോ ബെന്നി, കേൾക്കാം, പറഞ്ഞോളൂ. പിന്നെ ഞാൻ മാനന്തവാടിയിലാണ് താമസം, വയനാട്ടിൽ നിന്ന്. നമ്മുടെ ഈ കുന്നിന്റെ മുകളിൽ മുഴുവൻ റിസോർട്ടാ പണിയുന്നത്. മൊത്തം ഈ വയനാടിന്റെ ഏത് കുന്നുണ്ടോ അവിടെ മൊത്തം കുന്നിടിച്ച് മൊത്തം റിസോർട്ട് കൊണ്ടുകൊണ്ടിരിക്കുക. ഈ കുന്ന് മുഴുവൻ അതാണോ ഇങ്ങനെ ഈ മല ഇടിച്ചാൽ ഇങ്ങനെ ഉരുളുപൊട്ടാനാണെന്നോ നമ്മൾ സാധ്യത ശരിക്കും പഠിക്കേണ്ടതായ ആവശ്യമുണ്ട്. ഹലോ കേൾക്കാം, പറഞ്ഞോളൂ. ഈ കോറിയുടെ പ്രവർത്തനം, പിന്നെ ഈ മൊത്തം ഈ ഏത് സ്ഥലം എടുത്താലും വലിയ മലമണ്ട വലിയ റിസോർട്ട്, അതൊക്കെ ഒന്ന് സ്റ്റഡി ചെയ്ത് പഠിച്ചാൽ നല്ലതായിരിക്കും. തീർച്ചയായും വളരെ നന്ദി ബെന്നി വിളിച്ചതിന്, താങ്കളുടെ അഭിപ്രായം പറഞ്ഞതിന്. അനീഷ് ഉണ്ട് മുണ്ടക്കയത്ത് നിന്നും. അനീഷ്, എന്താണ് പറയാനുള്ളത്? നമുക്ക് ആ വയനാടിനെ തിരിച്ചു പിടിക്കണ്ടേ? വയനാടിനെ തിരിച്ചു പിടിക്കണം. ഹലോ കേൾക്കാം, പറഞ്ഞോളൂ. വയനാടിനെ തിരിച്ചു പിടിക്കണം. വയനാട്ടിൽ നടന്ന സംഭവങ്ങൾ വളരെ ദുഃഖകരമായ ഒരു സംഭവമാണ്. ഹലോ കേൾക്കാം, പറഞ്ഞോളൂ. വയനാട്ടിൽ നടന്ന സംഭവം വലിയ ദുഃഖകരമായ ഒരു സംഭവമാണ്. പിന്നെ ഇതുപോലുള്ള പരിസ്ഥിതി ലോല മേഖലകളിൽ വീട് വയ്ക്കാനും റിസോർട്ട് പണിയാനുമുള്ള അനുവാദം സർക്കാർ, പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റി ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്നത്, വളരെ പഠനം നടത്തി കൊടുക്കുന്നത് ഉപകാരമായിരിക്കും. വളരെ നന്ദി വിളിച്ചതിന്, അനീഷ് വിളിച്ചതിന്. അനിതയുണ്ട് രാജാക്കാട് നിന്നും. അനിത, ഇങ്ങനെ ദുരന്തമുഖത്ത് എന്നും മാതൃക കാട്ടിയവരാണ് മലയാളികൾ. മഹാപ്രളയത്തെയും മഹാമാരിയും ഒക്കെ നമ്മൾ അതിജീവിച്ചതാണ്. മഹാപ്രളയവും പുത്തുമലയും കവളപ്പാറയും ഒക്കെ കണ്ട് മനസ്സ് മരവിപ്പിച്ചവരാണ്. പക്ഷെ അപ്പോൾ പോലും നമ്മളൊന്ന് എന്നുള്ള വികാരം വിട്ടുകളഞ്ഞിട്ടില്ല. ഇവിടെയും നമ്മൾ കാണുന്നത് ഒത്തൊരുമിച്ചുള്ളൊരു പ്രവർത്തനമാണ്. ആ പ്രവർത്തനം തന്നെ നമുക്ക് ആ നാടിനെ തിരിച്ചു പിടിക്കാൻ സാധിക്കുമല്ലേ? അതെ, തീർച്ചയായും. അത് മേഡം, ഞാന് ഈ ന്യൂസ് കണ്ടിട്ട് ചങ്ക് പൊട്ടിയിരിക്കുന്ന സമയമാണ്. പക്ഷെ അവിടെ രക്ഷാപ്രവർത്തനം നടത്തിയ എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ടാണ്. ദൈവം ഉണ്ടോന്ന് ചോദിച്ചാൽ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും അവിടെ രക്ഷാപ്രവർത്തനം നടത്തി ഒരുപാട് ആളുകളെ ജീവിതത്തിലേക്ക് കൊണ്ടിട്ട് വന്ന ആ രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളുകളാണ് ഇപ്പൊ ശരിക്കും പറഞ്ഞ ദൈവം. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ ഈ ദുരിതം അനുഭവിച്ച ആളുകള്, ഞങ്ങൾ ഇങ്ങനെയാണെങ്കിൽ ആ നേരിട്ട് അനുഭവിച്ച ആളുകൾ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. അവരെ ചേർത്ത് പിടിക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു നിൽക്കണം. അവര് മനസ്സിന്റെ സമനില അവർക്ക് വീണ്ടെടുക്കാനും അവർക്ക് സപ്പോർട്ട് ചെയ്യാനും നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇന്ന് കൂടെ നിൽക്കണം. അതിൽ ഏതെങ്കിലും ഒരു ഫാമിലി, ഒരു ചെറിയ ഫാമിലിയെ എന്റെ വീട്ടിൽ ഞാൻ താമസിപ്പിക്കാം, അവർക്കൊരു വീടാകുവോളം എന്നെ കൊണ്ട് അതേ സാധിക്കൂ
നിങ്ങൾക്ക് റിപ്പോർട്ടർക്ക് എല്ലാവർക്കും ഞാൻ ഒരുപാട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം നിങ്ങളൊക്കെ ഞങ്ങൾ ഇവിടെ കിടന്നുറങ്ങുമ്പോഴും ഉറങ്ങാതെ അവിടെ നിന്നും കൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഒത്തിരി കാര്യങ്ങൾ എല്ലാവരും ചെയ്യുന്നുണ്ട്. അതിൽ ആ മിലിറ്ററിക്കാർക്കും അവർക്ക് എല്ലാവർക്കും അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്ന എല്ലാ ആളുകളാണ്. അതുങ്ങൾ രാവും പകലും കഷ്ടപ്പെടുന്നുണ്ട്. ശരിക്കും അവര് ദൈവതുല്യരാണ്. ഇന്ന് വയനാട്ടിലുള്ള രക്ഷാപ്രവർത്തകരെല്ലാവരും ദൈവത്തിന് തുല്യമാണ്. തീർച്ചയായും അനിത, നിങ്ങളെപ്പോലെയുള്ള ആളുകൾ തന്നെയാണ് നമ്മൾ ആ നാടിനെ വീണ്ടെടുക്കുമെന്ന് ഉറപ്പിച്ചു പറയാൻ ഞങ്ങൾക്കും ധൈര്യം നൽകുന്നത്. ഇപ്പോൾ അനിത പറഞ്ഞതുപോലെ തന്നെ എനിക്കൊരു വീടുണ്ട്, അവിടെ ഏതെങ്കിലും ഒരു കുടുംബത്തെ ഞാൻ താമസിപ്പിക്കാം, അവർക്കൊരു വീടാകുന്നത് വരെ. ഇങ്ങനെ ചിന്തിക്കുന്നവരാണ് മലയാളികൾ എന്ന് പറയുമ്പോൾ അത് തീർത്തും അഭിമാനമുള്ള കാര്യമാണ്. ഇങ്ങനെ ചിന്തിക്കാൻ ഒരു പക്ഷേ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് മാത്രമേ, മലയാളികൾക്ക് മാത്രമേ കഴിയുകയുണ്ടാവുകയുള്ളൂ. കാരണം അതുകൊണ്ട് തന്നെയാണ് പല ദുരന്തത്തെയും നമ്മൾ ഒറ്റക്കെട്ടായി ജീവിച്ചത്. എന്തായാലും സർവവും നഷ്ടപ്പെട്ടവർക്ക് സാന്ത്വനമാകാൻ അനിതയെ പോലെയുള്ള ആയിരക്കണക്കിന് ആളുകളുള്ള ഈ നാട്ടിൽ എന്ത് പ്രളയം വന്നാൽ എന്ത് ദുരന്തം വന്നാൽ നമ്മൾ അതും അതിജീവിക്കും. നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് വിളിച്ചു പറയാൻ ഇത്തരത്തിലുള്ള ഒരുപാട് ആളുകൾ ഉള്ളപ്പോൾ തന്നെ എല്ലാ ദുരന്തത്തെയും അതിജീവിച്ച് നമ്മൾ പുതിയ ജീവിതത്തിലേക്ക് തിരിച്ചു വരും. അതിൽ യാതൊരു തർക്കവുമില്ല. ജോൺസൺ ഉണ്ട് പള്ളിക്കത്തോട് നിന്ന്. ജോൺസൺ, നമ്മൾ ഈ ദുരന്ത വാർത്തകൾക്കിടയിൽ നിന്ന് വേറെ വേദനിപ്പിക്കുന്ന കരൾ പൊട്ടുന്ന നെഞ്ചുപിടയുന്ന വാർത്തകൾക്കിടയിൽ നിന്ന് ഒരുപാട് നല്ല വാർത്തകളും കേട്ടിട്ടുണ്ട്. അതും തീർത്തും സന്തോഷമുള്ളതാണ്. അത്തരത്തിൽ ഒരു വാർത്തയാണ് ഇപ്പോൾ തൊട്ട് മുൻപ് വിളിച്ച മാഡം പറഞ്ഞത് ഇങ്ങനെയാണ്: എൻ്റെ വീട്ടിലേക്ക് ഒരു കുടുംബത്തെയെങ്കിലും ഞാൻ താമസിച്ചു കൊള്ളാം, അവർക്കൊരു വീടാകുന്നത് വരെ. അതിന് മുൻപ് ഒരു പ്രേക്ഷകൻ ഞങ്ങളെ വിളിച്ചപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, എനിക്ക് 3 മക്കളുണ്ട്, ഒരു കുഞ്ഞിനെയും കൂടെ നോക്കാൻ എനിക്ക് ഒരു കുഴപ്പവുമില്ല, ഞാൻ നോക്കിക്കോളാം മാതാപിതാക്കൾ നഷ്ടപ്പെട്ടൊരു കുഞ്ഞിനെ. അങ്ങനെ പറയുന്ന ഒറ്റക്കെട്ടായി ഈ നാടിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് സുമനസ്സുകൾ ഉള്ളതുപോലെ തന്നെ നമ്മുടെ നാട് വയനാട് നമ്മൾ തിരിച്ചു പിടിക്കും, അത് ഉറപ്പാണല്ലേ? ജോൺസൺ, കേൾക്കാമോ? ഗോപകുമാർ ഉണ്ട് കിളിമാനൂരിൽ നിന്നും. ഗോപകുമാർ, നമ്മൾക്ക് വയനാട്ടുകാരോട് പറയാനുള്ളത് നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഞങ്ങളും കൂടെ ഉണ്ട് എന്നാണല്ലേ? തീർച്ചയായിട്ടും മാഡം, ആദ്യം തന്നെ നമുക്ക് അതിലുള്ള ദുഃഖം രേഖപ്പെടുത്തുന്നു. നമ്മൾ ഈ 5 ദിവസമായി കണ്ടിന്യൂ ആയിട്ട് ഈ ചാനലിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ദുരന്ത മേഖലയിൽ പ്രവർത്തിക്കുന്ന രക്ഷാപ്രവർത്തകരും ഉദ്യോഗസ്ഥരും ഒക്കെ നമുക്ക് എത്ര തന്നെ അഭിനന്ദിച്ചാലും മതിയായിരുന്നില്ല. ഒന്ന്, ഈ ദുരന്ത സമയത്തും കുറച്ച് ആൾക്കാർ നെഗറ്റീവായി ഇടപെടുന്ന കുറച്ച് ആൾക്കാർ കാണുമ്പോൾ അതിൽ അത്രയും സങ്കടമുണ്ട്. അങ്ങനെയുണ്ട്. പിന്നെ നമ്മളാ കഴിയുന്ന സാമ്പത്തിക സഹായങ്ങൾ നമ്മൾ ചെയ്താൽ തരാൻ നമ്മൾ കൂടെ കൃത്യമായിട്ട് നമ്മൾ മലയാളികളെ ഒരുമിച്ച് ആ ദുരന്തത്തിൽ നമ്മൾ പങ്കാളികളാകാൻ നമുക്ക് ഒരുപാട് മനസ്സുണ്ട്. പക്ഷെ നമുക്ക് ഇതിന്റെ ഇടയിൽ ഈ കുറച്ച് ആൾക്കാർ വെറും ഒരു നെഗറ്റീവ് എനർജിയിൽ സംസാരിക്കുന്ന നമുക്കത് കേട്ട എന്ത് പറയണമെന്ന് നമുക്കറിയത്തില്ല. അങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യങ്ങളുണ്ട്. അപ്പൊ തീർച്ചയായും അത്തരത്തിൽ ആളുകളും ഉണ്ടാകും. പക്ഷെ അവരെ നമ്മൾ ഒഴിവാക്കുക, ഇഗ്നോർ ചെയ്യുക എന്നത് മാത്രമുള്ളൂ. കാരണം അതിലും നമുക്ക് അവരെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. കാരണം അത്രമാത്രം നല്ല മനസ്സുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്, അവരുടെ വാക്കുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ അവരെ മാത്രം ശ്രദ്ധിക്കുക. എല്ലാ മനുഷ്യരും ഉണ്ടാകുമല്ലോ ഒരു സ്ഥലത്ത്. അത്രയേ ഉള്ളൂ. വളരെ നന്ദി ഗോപകുമാർ വിളിച്ചതിന്. ശോഭ ചേരുന്നുണ്ട് മൂന്നാറിൽ നിന്ന്. ശോഭ, ഏറ്റവും പ്രധാനമായി നമ്മൾ എപ്പോഴും ഇപ്പോൾ വിളിച്ചു പറയുന്നത് അവിടെയുള്ള സഹോദരന്മാരെ, അല്ലെങ്കിൽ നമ്മുടെ സഹോദരിമാരെ, നമ്മളുടെ അമ്മമാരെ, സഹോദരിമാരെ ചേർത്ത് പിടിക്കാൻ ഇനി എന്ത് ചെയ്യണം എന്നൊരു ആശങ്ക നമ്മൾക്കുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രമാത്രം സ്ട്രോങ് ആണ് മലയാളികൾ. നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറയുന്നത് വെറുതെ അല്ല. നമ്മൾ അവർക്കായി ഇനി പ്രവർത്തിക്കും, അല്ലേ? ഹലോ, പറഞ്ഞോളൂ, കേൾക്കാം. ആദ്യമായിട്ട് നമ്മളെ വിട്ടുപിരിഞ്ഞ സഹോദരങ്ങൾക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നു. പിന്നെ സഹായം ചെയ്യാനുള്ള ഒരു അവസ്ഥയിലല്ല ഞാൻ. എനിക്ക് 60 വയസ്സായി. അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ പറയാനുള്ളത് നമ്മുടെ മിലിറ്ററി, അവർക്ക് എത്ര സല്യൂട്ട് ചെയ്താലും മതിയാവില്ല. പിന്നെ ഇത് മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു ദുരന്തം തന്നെയാണ്, അതിന് യാതൊരു സംശയവുമില്ല. നമുക്ക് ഒരുപാട് റിപ്പോർട്ടുകൾ വിദഗ്ധരൊക്കെ തന്നതാ. അതിനെ ഒന്നും നമ്മൾ ആരും മൈൻഡ് ചെയ്തില്ല. അതിനെതിരായിട്ട് സമരം ചെയ്യാണ് ചെയ്തത്. പിന്നെ ഇപ്പൊ സംഭവിച്ചത് സംഭവിച്ചു, ഇനി സംഭവിക്കാൻ എന്തൊക്കെ ഉണ്ടെന്നുള്ളതും കൂടി ചിന്തിക്കണ്ടേ?
ഇതുപോലെ തീർച്ചയായും അത്തരത്തിലൊരു ഒരുപാട് പ്രദേശങ്ങൾ അപകടത്തിലേക്ക് നമ്മളെ നാടിനി പോവാതിരിക്കട്ടെ. എന്തായാലും താങ്കൾ പറഞ്ഞതുപോലെ ആ ആശങ്ക അത് മനസ്സിലാക്കുന്നുണ്ട്. അതിനുള്ള പ്രവർത്തനങ്ങൾ, ഇടപെടലുകൾ സർക്കാരിന്റെ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും വിളിച്ചതിന് വളരെ നന്ദി. ഫെലിക്സ് ഉണ്ടാക്കും കൊല്ലത്തുനിന്നും. ഫെലിക്സ്, ഒന്നും ഒറ്റക്കെട്ടാണ് നമ്മൾ ആ നാടിനായി നമ്മൾ പൊരുതും, ആ നാടിനെ നമ്മൾ വീണ്ടെടുക്കും, അല്ലേ? ഹലോ, പറഞ്ഞോളൂ ഫെലിക്സ്, കേൾക്കാം. എനിക്ക് ഈ അടിക്കടി ഉണ്ടാവുന്ന ഈ ദുരന്തങ്ങളിൽ വിലപ്പെട്ട മനുഷ്യജീവനുകൾ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ അഗാധമായ ദുഃഖവും വേദനയും ഉണ്ട്. പക്ഷെ ഇത്തരണത്തിൽ നമുക്ക് പറയാതെ പോകാൻ കഴിയില്ല. കേരളത്തിൽ നടക്കുന്ന നിർമ്മാണങ്ങൾ, പദ്ധതികൾ, പ്രോജക്റ്റുകളൊക്കെയും സ്വകാര്യ മേഖലയിലായാലും സർക്കാർ മേഖലയിലായാലും നടക്കുന്ന പദ്ധതികൾ പ്രകൃതി സൗഹൃദപരമായിട്ടും ശാസ്ത്രീയമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലല്ല നടക്കുന്നത്. ഇപ്പോൾ അവിടെ ഉണ്ടായ ആ ഉരുൾപൊട്ടലിന്റെ ഫലമായിട്ട് അവിടെ നിന്ന് വന്നിട്ടുള്ള മണ്ണും പാറയും മറ്റുമൊക്കെ ഒഴുകി അവിടെ ഒരു ചാലിയാറിലൂടെയാണ് വന്നിരിക്കുന്നത്. അത് കടലിലേക്ക്, മറിച്ച് വേമ്പനാട് കായൽ, അഷ്ടമുടിക്കായൽ തുടങ്ങിയ കായലുകളുണ്ട്. ഇതൊക്കെ സംരക്ഷിക്കപ്പെടേണ്ടതാണ്. ഇങ്ങനെ ഉണ്ടാകുന്ന ദുരന്തങ്ങൾ ആ ഒരു പ്രദേശത്ത് മാത്രം ഒതുങ്ങി നിൽക്കാതെ ഇത് മറ്റു ഉൾനാടൻ നീർത്തട പ്രദേശങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ ഉള്ള മനുഷ്യരെയും കൂടി ബാധിക്കും. ഇപ്പോൾ കഴിഞ്ഞ 2 പ്രളയത്തിന്റെ ഭാഗമായിട്ട് പല പുഴകളും നദികളും മറ്റും നികന്ന് അശാസ്ത്രീയ നിർമ്മാണം മൂലം പരിസ്ഥിതി വിരുദ്ധമായിട്ടുള്ള പ്രവർത്തികൾ, ചട്ട ലംഘനങ്ങൾ കാരണം പല അഷ്ടമുടിക്കായൽ ഉൾപ്പെടെ പലതും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ 2010 പ്രകൃതി പരിസ്ഥിതി ഉച്ചകോടിയിൽ, കേരള ഉച്ചകോടിയിൽ ഞാൻ അഷ്ടമുടിക്കായലുമായി ബന്ധപ്പെട്ട ഒരു പ്രബന്ധം കൊടുത്തിരുന്നു. ഇപ്പോൾ ഏറ്റവും വലിയൊരു ദുരന്തം ഫേസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് എന്റെ സ്ഥലം എന്ന് പറയുന്നത്. ഈ കായലിൽ നിരവധി മനുഷ്യനിർമ്മിതമായിട്ടുള്ള നിർമ്മാണങ്ങൾ നടത്തിയതിന്റെ ഫലമായിട്ട് ഈ കായൽ വളരെയേറെ ബുദ്ധിമുട്ടുകളും നാശനഷ്ടങ്ങൾ അഭിമുഖീകരിക്കുകയാണ്. ഈ പ്രദേശത്തുള്ള ഈ ദ്വീപുകളിൽ താമസിക്കുന്ന മനുഷ്യരും ദുരന്തത്തെ അഭിമുഖീകരിക്കുകയാണ്. തീർച്ചയായും താങ്കളുടെ ആകുലത, വേദന മനസ്സിലാക്കുന്നു. അത്തരത്തിൽ ആ സ്ഥലങ്ങളിലൊക്കെയുള്ള ഇടപെടലുകൾ അടിയന്തരമായി ഉണ്ടാവണം. ഇനി ഇത്തരത്തിലൊരു ദുരന്തത്തിലേക്ക് നമ്മുടെ നാട് പോവരുത് എന്ന പ്രാർത്ഥനയാണ്. വളരെ നന്ദി ഫെലിക്സ്, വിളിച്ചതിന്. സമയക്കുറവ് കൊണ്ടുമാണ് ഞാൻ താങ്കളുടെ വാക്കുകളിലേക്ക് ഇടപെട്ടത്. എന്തായാലും അയ്യൂബ് ഉണ്ട് കാസർഗോഡ് നിന്ന്. അയ്യൂബ്, നമുക്ക് ആ നാടിനെ ചേർത്ത് പിടിക്കണ്ടേ? അതെ, നമുക്ക് ആ നാടിനെ ചേർത്ത് പിടിക്കണം. നമ്മളെ സഹോദരിമാരാണ് അവരെല്ലാം. പിന്നെ ഇപ്പൊ നമുക്കെന്ന് പറയുകയാണെന്നുള്ളതാണെങ്കിൽ ഇപ്പൊ എന്തിനും കേരളത്തിന് വേണ്ടി തന്നെ ഒരു സംവിധാനമായിട്ട് എപ്പോഴും ഈ മിഷനറീസും കാര്യങ്ങളും അത് സ്ഥിരമായി കേരളത്തിന് വേണ്ടിയിട്ട് തന്നെ ഇവിടെ ഒരു സംവിധാനം ചെയ്യണം. എന്ത് അപകടം നടന്നാലും എന്ത് കാര്യങ്ങൾ നടന്നാലും ഇതാണ് എനിക്ക് പറയാനുള്ളത്. ശരി, വളരെ നന്ദി അയ്യൂബ് വിളിച്ചത്. എന്തായാലും ദുരന്തമുഖത്തെന്നും മാതൃക കാട്ടിയവരാണ് നമ്മൾ മലയാളികൾ. പല ദുരന്തത്തെയും നമ്മൾ അതിജീവിച്ചവരാണ്. ഈ ദുരന്തത്തെയും നമ്മൾ ഒറ്റക്കെട്ടായി അതിജീവിക്കും, അക്കാര്യത്തിൽ സംശയമില്ല. ദുരന്തമുഖത്ത് ദൈവത്തെ കണ്ടവരുണ്ടോ എന്ന് ചോദിച്ചവർക്കുള്ള മറുപടി, അവിടെ നമ്മൾ ദൈവത്തെ കാണുന്നുണ്ട്. ദുരന്തത്തിൽ അതിജീവിച്ച ആളുകൾക്ക് ഒരു കൈ നൽകിയ മലയാളികളുണ്ട്, നമ്മുടെ സൈന്യമുണ്ട്, നമ്മുടെ സുമനസ്സുകളുണ്ട്. അവിടെ രാഷ്ട്രീയമോ ജാതിയോ മതമോ ഇല്ലാതെ അവരെ ചേർത്ത് പിടിക്കുന്ന നമ്മുടെ നല്ല മനസ്സുകളുണ്ട്. അവർ ഓരോരുത്തരും ദൈവമായി നമ്മൾ അവരെ കാണുകയാണ്. വളരെ നന്ദി വിളിച്ച എല്ലാ പ്രേക്ഷകർക്കും. എന്തായാലും ഒന്ന് മാത്രമേ പറയാനുള്ളൂ, ഈ ദുരന്തത്തെയും